Hi, dears. Good evening, all. Good evening. ഗുഡ് ഈവനിങ്. എന്നെ കേൾക്കാവോ? എന്റെ വോയിസ് കേൾക്കാവോ? ക്ലിയർ ആണോ? കേൾക്കാവോ? വോയിസ് കേൾക്കാം. ക്ലിയർ ആണല്ലേ? ഓക്കെ, താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. ഗുഡ് ഈവനിങ് നുസ്രത് മാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്, ഇന്നത്തെ ഈവനിങ് സെഷന്റെ ടോപ്പിക്, ഞാൻ ഡയറക്റ്റ് അതിലേക്ക് വരികയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എത്രമാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാണ്. നോർമലി നമ്മൾ ചെയ്യുന്ന സെഷനിൽ നിന്നും സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഏരിയ ആണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ടോപ്പിക്കിന്റെ പേര് ഓട്ടിസം അവയർനെസ്. അപ്പൊ ഈ ഒരു ഓട്ടിസം അവയർനെസ് എന്ന് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ ചിലരെങ്കിലും ഒന്ന് വിചാരിച്ചേക്കാം, അത് യെസ്, ഇതൊരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലുള്ള കുട്ടികളുടെ പാരന്റ്സിന് മാത്രം കേൾക്കേണ്ട ഒരു സംഗതി അല്ലേ എന്നൊക്കെ ഒരു പക്ഷേ തോന്നിയേക്കാം. എന്നാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സൊസൈറ്റിയിൽ നമ്മളൊക്കെ മുന്നിലൂടെ കടന്നു പോകുന്ന, ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ കൂടെയൊക്കെ ഇങ്ങനെയുള്ള ഒരു അവരൊക്കെ കാണുന്ന ഒരു അവസ്ഥ ഇങ്ങനെ അനുഭവിക്കുന്ന കുട്ടികൾ ഉണ്ട് നമ്മുടെ മുന്നിലൊക്കെ. അപ്പൊ നമ്മൾ ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ ഒരു കുട്ടിയെ ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ, അത് മാത്രമല്ല ജനറൽ ആയിട്ടും ആസ് എ പാരന്റ്, പാരന്റ്സ് ആയിരിക്കാം നിങ്ങൾ എല്ലാവരും, ഇനി അല്ലാത്തവരും ഉണ്ടാവാം. ഇനി പാരന്റ്സ് എന്നുള്ള രീതിയിൽ നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ട, ഇപ്പൊ നമ്മുടെ മക്കളിലേക്കായാലും ആ ഒരു അവസ്ഥയിലുള്ള മക്കളിലേക്കായാലും അതിനൊക്കെ നമുക്കൊക്കെ ഉണ്ടാവേണ്ട ഒരു അവയർനെസ് തന്നെയാണ്. ടോപ്പിക്കിന്റെ ടൈറ്റിൽ ഓട്ടിസം അവയർനെസ് എന്ന് വിചാരിച്ച് നമ്മൾ ആരും ഇതൊന്നും മാറി നിൽക്കരുത്. കാരണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിന് അല്ലെങ്കിൽ ഇന്നത്തെ പ്രസന്റേഷന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ ടോപ്പിക്കുമായിട്ട് വരുന്നത് മറ്റോരും അല്ല, നമ്മുടെ റെറ്റോറിയ എന്നൊക്കെ എല്ലാവർക്കും അറിയാം, ഒരു പബ്ലിക് സ്പീക്കിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഇതിൽ നിന്ന് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം, അത് മാത്രമല്ല പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹീലിംഗ് കോഴ്സ്, ഹീലിംഗ് മീൻസ് നമ്മുടെ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ കോഴ്സ്, അതും ഓൾമോസ്റ്റ് കംപ്ലീറ്റിംഗ് സ്റ്റേജിലാണ്. അപ്പൊ ഇതൊക്കെ ചെയ്ത സമയത്ത് അവർക്ക് തന്നെ അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർ നേരിടുന്ന ഒരു ചലഞ്ച്, ആ സ്പീക്കർ അവർ തന്നെ നേരിടുന്ന ഒരു ചലഞ്ചുമായിട്ട്, അപ്പൊ അതിൽ നിന്ന് അവരൊരു ലെസൺ, നമ്മുടെയൊക്കെ ലൈഫിൽ ചലഞ്ച് വരുമ്പോൾ നമ്മൾ ഒന്ന് പുറകോട്ട് പോവുക ചെയ്യാം അല്ലെ? സാധാരണഗതിയിൽ ചലഞ്ചസ് വരുമ്പോൾ നമ്മളൊന്ന് പുറകോട്ട് പോകും. എന്നാൽ ഇവർ കൃത്യമായിട്ട് ആ ഒരു നമ്മുടെ 2 കോഴ്സുകളും കംപ്ലീറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ അവർക്ക് മനസ്സിലായ ഒരു കാര്യം, അവർക്ക് കിട്ടിയ ഒരു അവയർനെസ്, അപ്പൊ ഇതുപോലെ ഈ ഒരു ചലഞ്ച് മറ്റുള്ളവരുടെ ലൈഫിൽ അവർ കുറെ കാലമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സൊസൈറ്റിയിൽ ഇതിന്റെ ഒരു അവയർനെസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, നോർമലായിട്ട് അങ്ങനെ ആരും കൊടുക്കുന്ന ഒരു സെഷൻ അല്ല ഇങ്ങനെ, ഈ രീതിയിലുള്ള സെഷൻസ് ഇങ്ങനെ കൊടുക്കുന്നതല്ല, അധികം പെയ്ഡ് ആയിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവർക്ക് കിട്ടിയ ഒരു അവയർനെസ്, അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ഓട്ടിസം ബാധിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ വേണ്ടി, അവരെ കെയർ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി അവരെ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരെ നമുക്ക് എങ്ങനെ സഹായിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് ഉണ്ടായ ഒരു സെഷനാണിത്. അപ്പൊ അവർക്ക് ഉണ്ടായ ഒരു കാരണം വെച്ചാൽ ആ ഒരു സ്കില്ലും, പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലും അതോടൊപ്പം തന്നെ ആ ഒരു അവയർനെസ്സും കിട്ടിയ സമയത്ത്, ഇത് എന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല, ഇങ്ങനെയുള്ള ആരെങ്കിലും എവിടെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു പക്ഷെ നിങ്ങൾ ഡയറക്റ്റ് ഇത് സഫർ ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ, അത് നിങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മുടെ സ്പീക്കർ ഇന്ന് ഈ സെഷനുമായിട്ട് നമ്മുടെ മുമ്പിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, എന്നാലും പറയാണ്, നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സിലൊക്കെ വരുന്ന ആളുകൾ ഇപ്പൊ അവരുടെ ഏരിയ എന്താണോ, അപ്പൊ അവർക്കൊരു സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് കൊടുക്കാൻ, അവർക്കൊന്ന് ഇറങ്ങി വരാനുള്ള ഒരു വേദിയും കൂടിയാണ് റെറ്റോറിയ പബ്ലിക് സ്പീക്കിന്റെ പ്ലാറ്റ്ഫോം. അതുകൂടി നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ സെഷൻ ഓട്ടിസം അവയർനെസ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരിക്കലും ഒരാളും ഇത് എനിക്കുള്ളതല്ലല്ലോ എന്ന് കരുതി മാറി നിൽക്കരുത്. നമ്മളൊക്കെ സമൂഹത്തിൽ, നമ്മളൊക്കെ അല്ലേ ആ ഒരു അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ, ആ കുഞ്ഞുങ്ങൾ മാലാഖമാരെ പോലെയാണ്. അപ്പൊ ആ കുഞ്ഞുങ്ങളെ നമുക്കൊന്ന് ഈ ഒരു അവയർനെസ് കിട്ടിയിട്ട് അവരെ ഒരു സ്നേഹം കൊണ്ടൊന്ന് നോക്കാനെങ്കിലും പറ്റുകയാണെങ്കിൽ, നമ്മളിൽ നിന്നൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അവരിലേക്ക് പോകുന്നത് അല്ലെ? ഒരു പ്രാർത്ഥനയെങ്കിലും നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ, നമ്മൾ കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മളിൽ നിന്ന് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രാർത്ഥനയെങ്കിലും കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ, അത് വലിയൊരു കാര്യമായിരിക്കും. അപ്പൊ ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് തന്നെയാണ് ഇന്നത്തെ സെഷൻ. റഷീദ ബാനു നമ്മുടെ റെറ്റോറിയ പബ്ലിക് സ്പീക്കിങ്ങിന്റെ 3rd ബാച്ച് സ്റ്റുഡന്റ് ആയിരുന്നു. ഇപ്പൊ നമ്മുടെ ടോട്ടൽ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സിലെ
സെക്കൻഡ് ബാച്ച് സ്റ്റുഡന്റ് ആണ്. അപ്പൊ അവർ നിങ്ങളുടെ മുമ്പിൽ ഇന്നത്തെ സെഷനുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, സെഷൻ എടുക്കാൻ വേണ്ടി റഷീദ മാമിനെ ഞാൻ വളരെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യാണ്. അതേപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഈ ഒരു ഈവനിങ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ വന്ന നിങ്ങളെയും ഓരോരുത്തരെയും റെറ്റോറിയയ്ക്ക് വേണ്ടി ഞാൻ വെൽക്കം ചെയ്യുന്നു. ഓവർ ടു യു റഷീദ മാം. താങ്ക് യു സോ മച്ച് റസീന മാം. പിന്നെ ഞാൻ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് സംസാരിക്കാനും കാഴ്ച ഒരുപാട് കാലം മുന്നിൽ എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ ഇങ്ങനെ എനിക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് ഞാൻ മറ്റുള്ളവരോട് ഷെയർ ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടട്ടെ എന്ന്. അപ്പൊ ഇപ്പൊ റസീന മാം എന്നെ പരിചയപ്പെടുത്തിയല്ലോ. എൻ്റെ പേര് റഷീദ ബാനു ആണ്, നാട് തലശ്ശേരിയാണ്. പിന്നെ ഞാനൊരു ഓട്ടിസം ഓട്ടിസം എന്ന് പറയാൻ ഒരു സ്പെഷ്യൽ ആയ ഒരു മോളെ കുട്ടീന്റെ ഗ്രാൻഡ് മദറും കൂടിയാണ്. പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ റെറ്റോറിയന്റെ സ്റ്റുഡന്റും കൂടിയാണ്. പിന്നെ ഞാനൊരു കാര്യം കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യട്ടെ. എന്റെ ലാംഗ്വേജിൽ മലയാളം ലാംഗ്വേജിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഞാൻ എന്റെ ബേസിക് ലാംഗ്വേജ് ഉറുദു ആണ്. അപ്പൊ ഉറുദുന്ന് മലയാളത്തിലേക്ക് വന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോ ഞമ്മക്കിനി നമ്മളെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പൊ ഇപ്പൊ മാം പറഞ്ഞല്ലോ, മാം ശരിക്കും നന്നായിട്ട് ഒരു ബ്രീഫ് ചെയ്തിട്ടാണ് പറഞ്ഞത്. കാരണം ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മാം ഒരു ഷോർട്ട് ആക്കിയിട്ട് തന്നെ മൊത്തം പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഓട്ടിസം എന്ന് കേട്ടാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർക്ക് ഇതിനെ പറ്റി ഇപ്പൊ സോഷ്യൽ മീഡിയയിലോട്ട് എല്ലാം കേൾക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞ മാം മ്യൂട്ടായി പോയിട്ടുണ്ടേ. അപ്പൊ ഞാന് എന്റെ സ്റ്റോറി എന്ന് വെച്ചാൽ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടേ പറയാം, എന്നാലും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആവും. കാരണം എന്റെ മോന് ചെറിയ പ്രായത്തിൽ തന്നെ മോളെ കുട്ടി. അപ്പൊ നിങ്ങൾക്കിപ്പോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, കുട്ടീന്റെ ഉമ്മ എവിടെ? അപ്പൊ മോളെ കുഞ്ഞെന്ന് വെച്ചാല് ചെറിയ പ്രസവിച്ച പാടനെ അവനക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവന് ലിവർ ഡിസീസും കൊണ്ടാണ് ഈ വേൾഡിലേക്ക് വന്നത്. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മളൊരു ഷോക്കിൽ പോയ ആൾക്കാരാണ്. അങ്ങനെ എന്റെ മോള് കുറച്ച് ഷോക്കിലായി, പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ മോന്റെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു 6-ാം മാസത്തില്. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോ അവന് ബ്ലോക്ക് ഉണ്ട്, ബൈപ്പാസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവനക്ക് നോൺ സ്റ്റോപ്പ് സീസർ ആയിരുന്നു. അങ്ങനെ ബ്രെയിൻ സർജറിയും കൂടി കഴിഞ്ഞു. അപ്പൊ അവൻ ആയെന്ന് തൊട്ട് എൻ്റെ ഈ കയ്യിലാണ് അവൻ വളർന്നത്. ഇന്ന് അവൻക്ക് 8 വയസ്സായി. അപ്പൊ ഫസ്റ്റ് നമ്മൾ വിചാരിച്ചത് ഞാൻ ചെന്നൈയിലായിരുന്നു. കാരണം സർജറി ഒക്കെ കഴിഞ്ഞപ്പോ എല്ലാവർക്കും അറിയാലോ, നമ്മൾ നല്ല ഇതിൽ കെയറിൽ വെക്കേണ്ടി വരും, അങ്ങനെ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മൾ ചെന്നൈയിലായിരുന്നു ആ സമയത്ത്. അപ്പൊ ഞാനും എൻ്റെ മോളും അവിടെ ഹസ്ബൻഡും കച്ചൊരു മോന്റെ ഉപ്പയായിരുന്നു ഡോണർ. അങ്ങനെ ആരും വരാൻ പാടില്ല, പോവാൻ പാടില്ല. വീട്ടിൽ തന്നെ ഹോസ്പിറ്റലിന് വീട് ഹോസ്പിറ്റൽ അല്ലാതെ വേറൊരു പരിപാടിയിലൊന്നുമില്ല. അങ്ങനെ 1 വയസ്സായപ്പോഴാണ് ഡോക്ടർ നമ്മളോട് പറഞ്ഞു, മോൻക്ക് ചെറിയൊരു ഇഷ്യൂ കാണുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ഭയങ്കര എന്താ പറയാ, എനിക്ക് ദേഷ്യം പിടിച്ചു. ഞാൻ പറഞ്ഞു, ഇവളെന്തെന്നാ ഈ പറയുന്നത്? അവനെ ഒറ്റയ്ക്ക് വളർന്നുകൊണ്ട് ഇല്ലൊരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാട്ടിൽ പോയി കുട്ടികൾക്ക് എല്ലാം മിങ്കിളായി അറ്റ്മോസ്ഫിയർ എല്ലാം ഒന്ന് പരിചയപ്പെട്ട് അവൻ ഓക്കെ ആവും. കാച്ചാൽ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല അവനക്ക് അങ്ങനെ ഒരു പ്രശ്നം. ഹൈപ്പർ ആയിരുന്നു, പിന്നെ സംസാരിക്കലില്ല. 1 വയസ്സിന്റെ അതും സംസാരം അവനക്ക് ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അത് ഓക്കെ ആവും. അങ്ങനെ നമ്മള് നാട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ 2 വയസ്സായി. അപ്പൊ ആണ് നമുക്ക് മനസ്സിലാവുന്നത്, ഇല്ല മോൻക്ക് പ്രശ്നമുണ്ട്. പക്ഷെ നാട്ടില് എൻ്റെ ജോയിന്റ് ഫാമിലിയാണ്. നാട്ടില് വന്നപ്പോൾ അവന് ഒന്നുമില്ല, ആ കുട്ടികളൊക്കെ നിൽക്കുന്നില്ല, അവന് ഒറ്റപ്പെട്ട് കളിക്കുക. ഞാനും അവന്റെ ഉപ്പയും ഉമ്മയും, നമ്മളെ 3 അവൻ നോക്കും, നമ്മളോട് പറയുന്നതിനൊക്കെ റിയാക്ട് ചെയ്യും. പക്ഷെ മറ്റുള്ള കുട്ടികൾ അവൻ നോക്കുന്നില്ല. പിന്നെ റിപ്പീറ്റേഷന്, പിന്നെ ഇങ്ങനെ ഭയങ്കര ഫ്ലാപ്പിങ്, പിന്നെ ആൾക്കാർ കൂടിയ കണ്ടപ്പോൾ ഇറിറ്റേഷൻ വന്നു അവനക്ക്. പിന്നെ ഫുള്ള് ഓടലും ചാടലും. എന്നിട്ടും നമ്മളത് ഉള്ളിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ വിചാരിച്ച് ഇപ്പൊ നാട്ടിൽ വന്നേ പാടായത് കൊണ്ടാണ്. പക്ഷെ നമ്മളോട് ഒരാൾ പറഞ്ഞില്ലേ, അല്ല ഇവനക്ക് എന്തോ പ്രശ്നം തോന്നുന്നുണ്ട്, നിങ്ങൾ എന്തായാലും ഒന്ന് കൺസൾട്ട് ചെയ്യും. അപ്പൊ മനസ്സില്ലാണ്ട് നമ്മളെ അടുത്തൊരു സെന്റർ ഉണ്ടായിരുന്നു. ആ സെന്ററിൽ കയറാൻ തന്നെ ശരിക്കും ഞാൻ സത്യം പറയാച്ചാല് കാലൊരു ഇങ്ങനെ വേർക്കുന്നു. പഠിച്ചോന്ന് ഇതെവിടെയാ ഞാൻ മോനെയും കൊണ്ട് വന്നേന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ അവിടെ പോയപ്പോ അവര് പറഞ്ഞ് കുട്ടി ഓട്ടിസ്റ്റിക് ആണ്. അപ്പൊ ശരിക്കും ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് എന്താ പറയാ, ഫുള്ളൊരു
ഒരു ഇരുട്ടായ പോലെയായി വേൾഡ്. കാരണം ഓൾറെഡി നമ്മൾ ഈ കുഞ്ഞിനെയും കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന പുറത്തിറങ്ങിയ ഒരാളാണ്. അപ്പൊ ഇതും കൂടി കേട്ടപ്പോൾ എന്നിട്ടും ഓട്ടിസത്തിന്റെ ഒരു ഗൗരവം എനിക്ക് മനസ്സിലായില്ല. നമ്മൾ തെറാപ്പീസ് എല്ലാം കൊടുത്താൽ ഓക്കെ ആവും, സ്പീച്ച് കൊടുത്താൽ ഓക്കെ ആവും, അങ്ങനെയൊക്കെ വിചാരിച്ച് സമാധാനിച്ചു. പക്ഷെ പിന്നെ ഏജ് ഇങ്ങനെ കടക്കുന്നതോളം അവന്റെ ബിഹേവിയർ ഒക്കെ കൂടി. പിന്നെ അവനക്ക് സൗണ്ട് ഇഷ്ടമില്ല, അവൻ സ്വന്തത്തിനെ ഹേർട്ട് ചെയ്യല് തുടങ്ങി. അവൻ ഈ ഡോറിന്റെ ഉള്ളിൽ കൈവച്ച് ഡോർ അടക്കും. കാലിന്റെ നഖം വരെ മുറിഞ്ഞു പോയിട്ട് അവനക്ക് അറിയുന്നില്ല. കരയൂല, കരച്ചിലേ ഇല്ല, എന്താ വെച്ചാൽ എമോഷൻസ് ഇല്ല, ഫീലിങ്സ് ഇല്ല, ഒരു മനുഷ്യന്റെ ഒരു രൂപം അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഉറക്കില്ല, അങ്ങനെ പ്രശ്നങ്ങൾ കൂടി. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ ആയാല് ശരിയാവൂല, ഇതിനെ പറ്റി ഒന്ന് നല്ലൊരു ഡീപ്പ് ഒരു സ്റ്റഡി നടത്തണം, എന്തെങ്കിലും ചെറിയൊരു കോഴ്സ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം. പിന്നെ അവന്റെ ഉമ്മ, ഇപ്പൊ എല്ലാവരും പറയാം അവന്റെ ഉമ്മ അത് ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷെ ഉമ്മാന്റെ ആ സിറ്റുവേഷൻ ആ സമയത്തുണ്ടല്ലോ, എനിക്കിപ്പോ പറഞ്ഞ് അറിയിക്കാൻ പറ്റൂല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ പിന്നെ എന്റെ മറ്റുള്ള മക്കള് പറഞ്ഞു, പിന്നെ നിങ്ങൾ അവളെ ഒറ്റക്ക് വിടരുത്, അവളെ കൂടെ നിങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ടായിരിക്കണം. ഞാനും ജോലിയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു, അതൊക്കെ ഞാൻ ഒഴിവാക്കി. ഒക്കെ എന്ന് വെച്ചാൽ എല്ലാം, എന്റെ ഒരു ഫങ്ഷൻസ് ആയിക്കോട്ടെ, പരിപാടി ആയിക്കോട്ടെ, എല്ലാം ഞാൻ ഒഴിവാക്കി എന്റെ മോളെ കൂടെ തന്നെ യാത്ര തുടങ്ങി. കാട്ടി തുടങ്ങിയേ പറ്റൂ. കാരണം മോൾക്ക് ഒറ്റക്ക് ആവൂല, ഇങ്ങനത്തെ ഒരു പാരന്റിന് ഒറ്റക്ക് പറ്റൂല. ഞാൻ 100% എഴുതി ഒപ്പിട്ട് തരാം, അങ്ങനെ പറ്റൂല. കാരണം ഇങ്ങനത്തെ കുട്ടീനെ വളർത്തിയെടുക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് നമുക്ക്. ഫസ്റ്റ് നോക്കേണ്ടത് ആ ഉമ്മാന്റെ ഹെൽത്ത് ആണ്. ആ ഉമ്മാക്ക് ഹെൽത്ത് ഉണ്ടെങ്കിലേ ആ കുട്ടീനെ ആ ഉമ്മാക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചു മോളെ ഒന്ന് കാമിയട്ടെ. പക്ഷെ എന്തോ പഠിച്ചോന്റെ ഭാഗത്തുനിന്ന് വിചാരിക്കാം എന്റെ മോള് ഭയങ്കര കാമായി. പക്ഷെ എനിക്ക് ഉള്ളിൽ ഭയങ്കര ബേജാർ. ഞാൻ ഇത് എങ്ങനെയാ പഠിച്ചവനെ ഇവനാ ഒരു കാരണം എനിക്ക് മറ്റേ പേരക്കുട്ടികളുണ്ട്. അപ്പൊ അവരെ വെച്ച് ഇവനെ നോക്കുമ്പോ എനിക്ക് അതൊന്നും കാണുന്നില്ല. ഞാൻ ആ കുട്ടികളെ കളിയൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ ഇവനെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്തു. പക്ഷെ ശരിക്കും ഞാൻ ഡിപ്രഷനിലേക്ക് വരെ പോയി. പിന്നെ ഞാൻ തന്നെ വിചാരിച്ചു, ഇല്ല, എങ്ങനെ ആയാലും കാര്യം നടക്കൂല, എന്റെ മോളും തളരും, ഞാനും തളർന്ന കുട്ടിന്റെ ഫ്യൂച്ചർ പോവും. പിന്നെ കുറെ കാലം കഴിഞ്ഞാല് നമുക്ക് ഉള്ളിലൊരു ഗിൽട്ട് ഉണ്ടാവും, പഠിച്ചവനെ നമ്മൾ എന്തുകൊണ്ട് ആ സമയത്ത് ഇതിനൊന്നും ഇറങ്ങിയില്ല. പക്ഷെ അതിന് എന്റെ ഫാമിലി അൽഹംദുലില്ലാ ഫുൾ സപ്പോർട്ടായിരുന്നു. ആ ഫാമിലിന്റെ സപ്പോർട്ട് കൊണ്ടാണ് ഇന്ന് ഞാൻ എന്റെ മോനെയും കൊണ്ട് ഈ അവസ്ഥക്ക് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. ഇന്ന് മാഷാഅല്ലാഹ് 8 വയസ്സായി, കംപ്ലീറ്റ് നോൺ വെർബൽ ആണ്, സ്പീച്ച് തീരെ ഇല്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു പേടിയില്ല. കാരണം ഇപ്പൊ നമ്മളെ ഒരു AI കാലമാണ്. ഇപ്പൊ പലതും ഭയങ്കര ടെക്നിക്സ് ഉണ്ട്, ഓരോ കാര്യങ്ങൾ നമുക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പല വഴികളും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ സമൂഹത്തില് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്, ഇപ്പൊ നമ്മളെ നെയ്ബറിൽ ഒരു കുട്ടി ഉണ്ടെന്ന് കൂട്ടിക്കോ, അപ്പൊ നമ്മളതും കൂടി കടമയാണ് ആ ഫാമിലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാല്. ഫൈനാൻഷ്യലി ഓക്കെ, മെയിൻ ആയിട്ട് മെന്റലി സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ തന്നെ എന്റെ മോനെയും കൊണ്ട് പുറത്തു പോകുമ്പോ, അയ്യോ ഇതെന്താ ഇങ്ങനെ, നിങ്ങൾ പ്രഗ്നന്റ് ആ മെഡിസിൻ കഴിച്ചിനോ, നിങ്ങൾ അബോർഷൻ വേണ്ടിയിട്ട് മെഡിസിൻ കഴിച്ചിനോ, എന്താ ഇങ്ങനെ, അവന്റെ ഉപ്പാന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഉണ്ടോ, അല്ലെങ്കിൽ ഉമ്മാന്റെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടോ, എന്താ കാരണം, അപ്പൊ എന്തോ ഉണ്ടാവും, പണ്ടെന്തോ ആരോ ശാപം ഇട്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ എല്ലാം പല വാക്കുകളും കേട്ട് നമ്മള് ആ സമയത്ത് നമ്മള് ശരിക്കും ടയർഡായി പോക്കുണ്ട് കേട്ടിട്ട്. പിന്നെ നമ്മൾ വിചാരിച്ചു നെവർ മൈൻഡ്, നമുക്ക് നമ്മളെ കാര്യം നോക്കി മുന്നോട്ട് പോവാ, പറയുന്ന പോലെ അവിടുന്ന് പറയട്ടെ. ഇപ്പം ഞാനിപ്പോ റീസെന്റ് എന്റെ മോനെയും കൊണ്ട് കാലിക്കറ്റ് ഹോസ്പിറ്റലിൽ പോയി. അപ്പോ 2-3 ലേഡീസ് ഭയങ്കര നോട്ടം മാത്രമല്ല, അവരോട് കുശുപ ഭയങ്കര പറയാൻ. അപ്പൊ ശരിക്കും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ അന്നേരം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, നമ്മള് ശരിക്കും സൊസൈറ്റിക്കും ഇതിന്റെ ഒരു അവയർനെസ് കൊടുക്കണം. കാരണം ആ കുട്ടിക്കും ഈ വേൾഡിന് നിൽക്കേണ്ട അത് നമ്മളെ അതേപോലത്തെ റൈറ്റ് ആ കുട്ടിക്കും ഉണ്ട്. ആ കുട്ടി ഇപ്പൊ പുറത്ത് പോകുമ്പോൾ, ഈവൻ നമ്മൾ ചില ഷോപ്പിൽ പോകുമ്പോൾ ഷോപ്പ് കീപ്പേഴ്സ് ഒക്കെ ഭയങ്കര നോട്ടം നോക്കും. പക്ഷെ ഞാൻ പറയും ഈ അവയർനെസ് നമുക്ക് മൊത്തം സ്പ്രെഡ് ചെയ്യണം. ഈവൻ ഒരു ഷോപ്പ് കീപ്പർ ആയാലും അവരോട് പറയാം, നമ്മളെ കുട്ടി ഇങ്ങനെയാ, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പൊ നമ്മളെ തൊട്ടടുത്ത് ഷോപ്പ് ഉണ്ട്, ഞാൻ മോർണിംഗ് കൊണ്ട് അവിടെ പോയാല്
അവരോട് ഞാൻ പറയും മോൻ ഇങ്ങനെ വരുന്നുണ്ട്, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അവർ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ എന്റെ ആഗ്രഹം എന്ന് വെച്ചാല് ഈ സൊസൈറ്റി മൊത്തം ഒന്ന് അവെയർ ആവണം. ഈ സൊസൈറ്റി അവെയർ ആയാലുണ്ടല്ലോ ആ പാരന്റ്സിന്റെ ബേർഡൻ കുറയും. അവരെ ടെൻഷനും അവരെ ആങ്സൈറ്റി അതൊക്കെ കുറയും. അല്ലാണ്ട് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തല്ലേണ്ടേ. ഉപ്പാന്റെ ആൾക്കാർ പറയും ഉമ്മാന്റെ എന്ന് വന്ന പ്രോബ്ലമാണ്, ഉമ്മാന്റെ ആള് പറയും അത് ഉപ്പാന്റെ ആളെന്ന് വന്ന പ്രോബ്ലമാണ്. ഇത് ശരിക്കും എവിടുന്നും വന്ന പ്രോബ്ലം അല്ല, ഇത് പഠിച്ചോൻ ഡിസൈഡ് ചെയ്തതാ. നമ്മൾ സ്പെഷ്യൽ എന്നല്ലേ വിളിക്കുന്ന ഇവരെ. അപ്പൊ നമുക്കൊരു സ്പെഷ്യൽ സാധനങ്ങൾ സ്പെഷ്യലായ ആൾക്കാർക്കേ പഠിച്ചോൻ കൊടുക്കും. അപ്പൊ നമുക്ക് അതിനുള്ളൊരു ആബിലിറ്റി ഉണ്ട്. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കമ്പനി നല്ല ഹയർ ഒരു പൊസിഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് ജോബ് കിട്ടുമോ? ഇല്ലാലോ. അതിനെ അവരെ നോക്കി പിടിച്ച് ഇതിന് ഇവര് കേപ്പബിൾ ആണെന്ന് കണ്ടാലേ അവർ കൊടുക്കും. അതുപോലെയാണ്. അപ്പൊ പിന്നെ അതിന്റെ ശേഷം ഞാൻ ഇതിന്റെ ഡെപ്ത് പോയിന്റ് എപ്പാന്ന് ഞാന് താങ്ക് ഗോഡ് നീ അന്നെ എന്റെ മോൾ ഇതിന് സെലക്ട് ചെയ്തതിന് നീ ഇത്ര വലിയൊരു റെസ്പോൺസിബിലിറ്റി ഞമ്മക്കല്ലേ തന്നത്. പക്ഷെ തന്നതില് അതേ പഠിച്ചോൻ തന്നെ നമുക്ക് റൂട്ടും കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ കണ്ണു തുറന്ന് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. റൂട്ട് ഒരുപാടുണ്ട്. ഇപ്പൊ ഒന്നും അങ്ങനെ വറീഡ് ആവേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പൊ എന്റെ അറിവിൽ തന്നെ ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അവരെന്താ ചെയ്യുന്നേ? കുട്ടീനെ ഉള്ളിൽ വെക്കുന്നു, അവർ ഹൈഡ് ചെയ്ത് വെക്കുന്നു. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, അത് മനുഷ്യനല്ലേ? ആ കുഞ്ഞി നമ്മൾ വന്ന പോലെ തന്നെ വേൾഡിൽ വന്ന ഒരു മനുഷ്യനല്ലേ ആ കുഞ്ഞും? അവനക്കും എല്ലാ റൈറ്റ്സും ഇല്ലേ? ശരിയാണ്, അവന് കുറച്ച് നമ്മളെക്കാട്ടും ഡിഫറെന്റ് ആണ്. പഠിച്ചോ നമ്മൾ അതിനൊരു ബോക്സ് ആക്കി വെറും കാലി ഒരു ബോക്സ് ആക്കിയിട്ടാണ് അവൻ നമ്മക്ക് ഏൽപ്പിച്ചത്. ഇപ്പൊ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങള് എല്ലാം ഓട്ടോമാറ്റിക്കലി പഠിക്കുന്നതല്ലേ. അവരിങ്ങനെ കമ്മിന്നു, പിന്നെ മുട്ടുകുത്തി ചെയ്യുന്നു, അവരെ ആ സമയത്തിന് കഴുത്തോർക്കുന്നു, അവർ ചിരിക്കുന്നു, അവർ ഓരോ സാധനങ്ങൾ ഹോൾഡ് ചെയ്യുന്നു. അപ്പൊ അതൊന്നും നമ്മൾ പഠിപ്പിക്കുന്നതല്ലല്ലോ. അവര് ഓട്ടോമാറ്റിക്കലി പഠിച്ചു വരുന്നയാ. കുറച്ച് കഴിഞ്ഞാൽ അവർ ക്ലാസ്സിൽ സ്വന്തമായിട്ട് വെള്ളം കുടിക്കുന്നു, സ്പൂണെ കൊണ്ട് കഴിക്കുന്നു, പിന്നെ ഓരോ ഘട്ടം കൂടുമ്പോൾ അവർ സംസാരം തുടങ്ങുന്നു. അപ്പൊ അതെല്ലാം അവരെ പഠിച്ചോൻ ഫുൾഫിൽ ആക്കി നമുക്ക് തന്നതാ. അതതിന്റെ ടൈം ആവുമ്പോ കുട്ടി തനിയെ ചെയ്യും. പക്ഷെ ഈ കുഞ്ഞുങ്ങള് വെറും ബ്ലാങ്ക് ആണ്, ഒന്നുമില്ല. അവർക്ക് എമോഷൻസ് ഇല്ല, ഫീലിങ്സ് ഇല്ല, ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഒരു വൈറ്റ് ബോർഡാണ്. ഞാനിപ്പോ അതില് അവരെ ആളാക്കി എടുക്കേണ്ടത് നമ്മളാണ്. അപ്പൊ നമ്മള് പാരന്റ്സ് മാത്രമല്ല, എല്ലാവരും. ഇപ്പൊ നമ്മളൊരു മാരേജ് ഫംഗ്ഷൻ ആയിക്കോട്ടെ വീട്ടില്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ, അപ്പൊ ക്ഷണിക്കാൻ വരുമ്പോ എല്ലാവർക്കും പേടിയായോ, ഇപ്പോൾ ഈ കുട്ടീനെയും കൊണ്ട് വരുവോ, ഇത് ഫുള്ള് അവിടെ ബഹളം വെക്കുമല്ലോ ഈ കുട്ടി. അപ്പൊ അവര് വരുമ്പോ തന്നെ എന്താ പറയാ, അയ്യോ നിനക്ക് വരാൻ പറ്റൂലല്ലേ, ആ സാരമില്ല. അപ്പൊ അന്നാ ഇനിയൊരു കാര്യം ചെയ്യും, കുട്ടീൻ്റെ അടുത്ത് നീ അങ്ങ് വന്നോ. ശരിക്കും അങ്ങനെയല്ല അവര് പറയേണ്ടത്. അവര് പറയേണ്ട എന്നാ, നീ വന്നോ മോളെ, ധൈര്യത്താലെ വന്നോ, കുട്ടീനെയും കൂട്ടിക്കോ, അവനെല്ലാവരും ഒന്ന് കാണട്ടെ. നമ്മളെല്ലാം ഉണ്ടല്ലോ, നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യും. അപ്പൊ എന്തായി, ആ ഉമ്മാക്ക് ഒരു സമാധാനായി. ഇതില് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഈവൻ ആ കുട്ടീനെയും കൊണ്ട് നമ്മൾ പോയി ഒരു പരിപാടിക്ക്. അപ്പൊ ഇപ്പൊ എന്റെ വീട്ടില് ഓരോ കുട്ടി വന്നെന്ന് കൂട്ടിക്കോ, സ്പെഷ്യൽ ഓട്ടിസ്റ്റിക് വന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്യാ, ഈ ഉമ്മാക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുക. നീ പോയിട്ട് ഭക്ഷണം കഴിച്ച മോളെ, നമ്മൾ കെയർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നോക്കാം, അവൻ കളിച്ചോട്ടെ, സാരമില്ല, കുഴപ്പമില്ല. അപ്പൊ ശരിക്കും അങ്ങനെയല്ലേ വേണ്ടത്. പിന്നെ ഇവിടെ ഞാന് മോന്റെ, പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ നമ്മള് ഈ ഓട്ടിസം വേൾഡിൽ ഇറങ്ങി, പിന്നെ നമ്മളെ മോന്റെ തെറാപ്പീസിന്റെ യാത്ര തുടങ്ങി. നാട്ടിൽ കുറെ തെറാപ്പീസ് കൊടുത്തു, ഒരു കാര്യവും നടന്നില്ല. അങ്ങനെ കോവിഡ് വന്നു. അപ്പൊ ഫുള്ള് വീട്ടിലായി. ആ കോവിഡ് വന്നതിന് ശേഷം ഇവന് ഭയങ്കര മോശമായി പോയി. ഭയങ്കര വെച്ചാൽ ഇവനെ പിടിച്ചിട്ടും വെച്ചിട്ടും കിട്ടാത്ത അവസ്ഥയായി. അങ്ങനെ നമ്മളോട് ആരോ പറഞ്ഞു, ഇങ്ങനെ മൈസൂര് നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട്, കുട്ടികളെ തെറാപ്പീസ് ഒക്കെ കിട്ടുന്നുണ്ട്, നിങ്ങൾ അവിടെ ഒന്ന് പോയി അന്വേഷിച്ച് നോക്ക്. അങ്ങനെ നമ്മൾ ഇവിടെ വന്നു, അസസ്മെന്റ് ഒക്കെ കഴിഞ്ഞ്. ആ അസസ്മെന്റ് കഴിഞ്ഞപ്പോഴാണ്, ഒരു 3 ദിവസത്തെ അസസ്മെന്റ് ആയിരുന്നു, ശരിക്കും അതിന്റെ ഒരു എന്താ പറയേണ്ട ഒരു ഗൗരവം നമ്മൾ ഉള്ളിൽ കയറിയത്. ഇത് ഇങ്ങനത്തെ ഒരു സംഭവമാണോ, ഇത് ശരിക്കും ഒരു വേൾഡ് തന്നെയാണ്. കാരണം ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഇവിടെ വന്ന നമ്മൾ വിചാരിക്കും ഇത് തന്നെയാ വേൾഡ്, വേറെ ഒന്നുമില്ല. കാരണം എല്ലാവരുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടാവും. ചില ആള് 2 ഉണ്ട്, ചില ആള് കയ്യിൽ 3 മക്കളുണ്ട്. ചില സ്ട്രോളറിൽ ഇരുത്തിയിട്ടും 2-3 സ്ട്രോളറിൽ ഇരുത്തിയിട്ട് കൊണ്ടുവരുന്ന കാണും. അപ്പൊ ഇവിടെ വന്നാലാണ്
ശരിക്കും നമ്മൾ കാര്യം മനസ്സിലാക്കുന്നത് ഞമ്മക്കൊരു പ്രശ്നേ ഇല്ല, ഒന്നുമില്ല. കാരണം ഇവിടെ വന്നാൽ നമ്മള് എല്ലാവരും ഒരു കുടുംബമായി. ഇപ്പൊ ഇവിടത്തെ മോന്റെ സ്കൂളിൽ എന്തെങ്കിലും പരിപാടി നമ്മൾ എല്ലാ പേരൻസും ഒത്തുകൂടും, ഗെറ്റ് ടുഗെദർ ഉണ്ട്, പാർട്ടീസ് ഉണ്ട്, പോക്കൺ. ഈ കുട്ടികളെ കൂട്ടിയിട്ട് തന്നെ ചില സമയം എന്റെ വീട്ടിലുണ്ടാവും, ചില സമയം മറ്റുള്ള വീട്ടിലുണ്ടാവും. എല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യും, ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ നാട്ടിൽ പോയാലോ നേരെ ഉൾട്ടയാ. അപ്പൊ അങ്ങനെയല്ല ശരിക്കും വേണം. അപ്പൊ ഇവിടെ വന്നതിന്റെ ശേഷം ഞാൻ പറഞ്ഞല്ലോ, അന്നേരം ഞാൻ ഇതിന്റെ ഓരോ ഘട്ടങ്ങള് എങ്ങനെ നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ എടുക്കേണ്ടത്. ഇവരെ ഫസ്റ്റ് കൗൺസിലിംഗ് നടത്താൻ മദറിന്റെ ആണ്. ഒരു മദർ മെന്റലി സ്റ്റേബിൾ ആയിരിക്കണം. ഇവിടെ ഞാനിപ്പോ പാരന്റ്സിനെ എന്റെ മോന്റെ ക്ലാസ്സിൽ തന്നെ 2 പാരന്റ്സിനെ കണ്ടു. ഒരുപാട് കേസസ് ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അറിവിൽ ഇപ്പൊ 2 ആള് ഫാദർ ഡൈവോഴ്സ് കൊടുത്തു. അപ്പൊ ഇത് എന്റെ ചോദ്യം സൊസൈറ്റിനോട് ഇതാണ്, അതില് ഉമ്മാന്റെ തെറ്റാണോ? ഏതെങ്കിലും ഒരു ഉമ്മ വിചാരിക്കുമോ എനിക്ക് ഇങ്ങനത്തെ ഒരു കുട്ടി വരണോന്ന്? ഒരു ഉമ്മാറും വിചാരിക്കൂല. അപ്പൊ എന്താന്ന് കാരണം, ഞാൻ ആ സമയത്ത് അവള് ഭയങ്കര ആക്റ്റീവ്, നല്ലൊരു ചിരിച്ചു കളിച്ച് നടക്കുന്ന ഒരു പെണ്ണായിരുന്നു. പെട്ടെന്ന് ദിവസം അവളെ കാണുന്നില്ല. അങ്ങനെ ഞാൻ മറ്റുള്ളവരോട് ചോദിച്ചിട്ട് അവളെ കാണാത്ത. അപ്പൊ അവള് പൂനെ നാട്ടം വന്നതേനും അവളെ ഹസ്ബൻഡ് അവൾക്ക് ഡൈവോഴ്സ് കൊടുത്തു. കുറെ നാളായി പ്രശ്നം നടക്കുന്നു. എന്നാലും അവള് ഭയങ്കര ചിരിച്ച് നല്ലൊരു ആക്റ്റീവ്, എല്ലാ കാര്യത്തിലും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ അവൾ എത്ര വിഷമമുള്ളിൽ ഒതുക്കിയിട്ടാ നടക്കുന്നത് നമ്മൾ ആരും അറിഞ്ഞില്ല. ഡൈവോഴ്സ് ആയപ്പോഴാണ് അവൾ പോയപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത് അവൻ ഡൈവോഴ്സ് കൊടുത്തു. അവൻ പറഞ്ഞ കുട്ടീനെ എവിടെയെങ്കിലും നമുക്ക് കൊണ്ടുപോയിടാം, നമുക്ക് നമ്മളെ ലൈഫ് പുതുതായിട്ട് തുടങ്ങാം. അപ്പൊ ഏത് ഉമ്മയാണ് അങ്ങനെ ചെയ്യാം? എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചിട്ട് ഇങ്ങനത്തെ ഒരു കുഞ്ഞുങ്ങളാ. ആ കുഞ്ഞുങ്ങള് വെച്ചാല് വെറും ഇന്നോസെന്റ്. എന്താ ഇതുവരെ 8 വയസ്സായ എന്റെ മോനിക്ക് ഇപ്പൊ ചെറിയൊരു വാവനെ പോലെ അവൻ എന്തെങ്കിലും പറയുമ്പോ വേഗം കാര്യവും. നമ്മൾ ചെറുതായിട്ടൊന്ന് ഇക്ലിയാക്കാൻ എന്തെങ്കിലും ഒന്ന് ആക്കിയാൽ മതി, നമ്മൾ ചിരിക്കും. നമ്മളെ കുഞ്ഞുമക്കൾ ഉണ്ടാവില്ല, ഇപ്പൊ 6 മാസത്തിലെ കുഞ്ഞുങ്ങൾ അതുപോലെയാണ്. അപ്പൊ ആർക്കാന്ന് അങ്ങനെ തോന്നുക? ആ ഒരു പൈതലിനെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഇടാ. ആ ഉമ്മാക്ക് ഉറക്ക് വരുവോ കുട്ടീനെ അങ്ങ് കൊണ്ടാക്കി? അപ്പൊ ഞാൻ ചോദിക്കാം, ഈ ഉപ്പാക്ക് ഉറക്ക് വരുവോ? വേറൊരു ഫാമിലി അങ്ങനെ തന്നെ. അവൻ US-ലായിരുന്നു ഹസ്ബൻഡ്, ഒന്നുമില്ല. അവള് ഒറ്റയ്ക്ക് ഇവിടുന്ന് കഷ്ടപ്പെട്ട് അവരെ മദർ ഇൻ ലോ ഉണ്ടായിരുന്നു കൂടെ. അയ്യോ, ആ മദർ ഇൻ ലോ ഭയങ്കര സ്ട്രിക്റ്റും. പോവാ മതി, കുട്ടിക്ക് ഒരു പ്രശ്നമില്ല, പോവാ ഭയങ്കര പ്രശ്നമാകും. പിന്നെ പറഞ്ഞ കേട്ട് അവനും ഡൈവോഴ്സ് കൊടുത്തു. അപ്പൊ എന്താ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് മനുഷ്യന്മാർക്ക്? ഒരു കുഞ്ഞ് ഉപ്പയും ഉമ്മയും കൂടി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് വരുന്നത്, അല്ലാണ്ട് ഈ ഉമ്മ അവിടുന്ന് എടുത്തിട്ട് കൊണ്ടുവന്നോ, അല്ലെങ്കിൽ അവളെ വീട്ടിൽ നിന്ന് വരുമ്പോ എടുത്തിട്ട് കൊണ്ടുവന്നോ, അല്ലെങ്കിൽ അവളെ പാരന്റ്സ് സ്ത്രീധനായിട്ട് കൊടുത്തതാട്ടോ, അതൊന്നും ഇല്ലല്ലോ. ശരിക്കും ഉമ്മാരെക്കാട്ടും റെസ്പോൺസിബിലിറ്റി ഉപ്പാക്കാണ്. അപ്പൊ കാര്യങ്ങള് എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. പിന്നെ കുറെ പാരന്റ്സ് ഉണ്ട്. ഈ കുറച്ച് മുന്നേ ഒരു മദർ എന്ത് ചെയ്തു, അവർ ഹസ്ബൻഡ് വൈഫ്, അവളും നല്ല ജോലിയായിരുന്നു, അവനും നല്ല എന്തോ ബാങ്കിൽ നല്ല പോസ്റ്റിലായിരുന്നു. അപ്പൊ അവൾക്ക് ജോലി വേണ്ടി വന്നു. നമ്മുടെ റഷിദ മാം എനിക്ക് തോന്നുന്നു ജസ്റ്റ് ലീവായി പോയിട്ടുണ്ട്, നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ജോയിൻ ആയേക്കാം, ഒന്ന് കണക്ട് ചെയ്തോ കുട്ടുലയില, ജോയിൻ ആയേക്കാം. അപ്പോ ഈ ഓട്ടിസം അവയർനെസ് ഞാൻ തുടക്കത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മാം ജോയിൻ ആയിട്ടുണ്ടല്ലോ റഷിദ മാം. സോറി അത് ഡിസ്കണക്ട് ആയി. ഓക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു ഇങ്ങനെ പാരന്റ്സിനെ പറ്റി. അവർ ഭയങ്കര ജോലി, രണ്ടാൾക്കും നല്ല ജോലിയായിരുന്നു. അപ്പൊ രണ്ടാളും തർക്കം, നീ ഒഴിവാക്കണം. രണ്ടാളും തർക്കം കൂടി അവനെന്ത് ചെയ്തു, ആ കുട്ടീനെ ട്രെയിനിൽ കൊണ്ടുപോയി ചാടി. ഇതൊക്കെ ഇപ്പൊ എന്റെ കൺമുന്നിൽ നടന്ന സംഭവങ്ങളാണ്. നിങ്ങളൊന്ന് ശരിക്കും ആ മദറിനെ ഞാൻ കുറ്റം പറയുന്നില്ല. ഞാൻ പറയുന്നത് ആ ഫാദറിനെയും അവരെ ഫാമിലി മെമ്പേഴ്സിനെയും. അങ്ങനെ അതുപോലെ ഒരു പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ ആ ഫാമിലി എല്ലാവരും കൂടി ഒന്ന് ഒത്തൊരു ചർച്ച നടത്തിയിട്ട് അവർക്ക് മദറിന് എന്താ വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക. ശരിക്കും ഇങ്ങനത്തെ മദേഴ്സിനൊക്കെ ഒന്ന് കൗൺസിലിങ്ങിന് പോകുന്നതും ഒക്കെ ഒരു നല്ലതാണ്. പിന്നെ കുറച്ച് എന്തെങ്കിലും കുട്ടിയായിട്ട് കുറച്ച് നേരം ഒന്ന് എവിടെയെങ്കിലും ഒന്ന് കാമായി ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ ഒരു അവസരം ആ മദറിന് നമ്മൾ കൊടുക്കണം. അല്ലാണ്ട് ഫുൾ ടൈം നമ്മളിപ്പോ രാവിലെ ഒരു തെറാപ്പി, മറ്റേ തെറാപ്പി, അത് കഴിഞ്ഞ് ട്യൂഷന്, സ്കൂള്, പിന്നെ വീട്ടിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പൊ രാത്രി കിടക്കുമ്പോ പിന്നെ രാവിലത്തെ ചിന്തയാ മദറിനുണ്ടാകുക. അപ്പൊ ഞാനിപ്പോ ഒരു ഗ്രാൻഡ് മദർ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും,
മോനെ എൻ്റെ അടുത്ത് കൂട്ടും, അവളെ കുറച്ചു നേരം റിലാക്സ് ആയി വിടും. ഞാൻ കുറച്ചു നേരം നീ ഫ്രീ ആയിക്കോന്ന് പറഞ്ഞിട്ട്. അതിന് കുറെ ആൾക്കാർ എതിരുണ്ട്, നീ എന്തിനിങ്ങനെ ഇതൊക്കെ വിട്ട് നിൽക്കുന്നു, അവരെ നോക്കട്ടെ, അവര് ചെയ്യട്ടെ. അവര് ചെയ്യും, ചെയ്യാണ്ടൊന്നും നിൽക്കൂല. പക്ഷെ ഞാനെന്ന് ആലോചിക്കുന്നത് വെച്ചാല് ഞമ്മക്ക് പഠിച്ചോൻ അതില് അന്യം കൂടി ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരു അവസരം തന്നല്ലോ. അപ്പൊ എന്തിനാ ഞാൻ ഇത്ര നല്ല അവസരം മിസ്സാക്കുന്നത്? പിന്നെ പാരന്റ്സ്, ഇവിടെ ഞാൻ കണ്ട പാരന്റ്സ് ഒക്കെ ഒറ്റക്കാന്ന് കഷ്ടപ്പെടുന്നത്. അപ്പൊ എനിക്ക് അവരെ പാരന്റ്സിനോട്, അല്ലെങ്കിൽ അവരെ ബ്രദർ സിസ്റ്റർ, ഇപ്പൊ ചില പാരന്റ്സ് ഇല്ല, ബ്രദർ സിസ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും, ഞാനൊരു റിക്വസ്റ്റാ, ഞാൻ വിചാരിക്കും എങ്ങനെയാന്ന് അവർക്ക് ഞാൻ എന്റെ മെസ്സേജ് എത്തിച്ചു കൊടുക്കേണ്ടത്. പ്ലീസ് ഒന്ന് ഈ മദേഴ്സിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യ്. അവരൊന്ന് കുറച്ച് സമയം ഒന്ന് റിലാക്സ് ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് ഒരു മൈൻഡ് ഒന്ന് കാമാക്കട്ടെ. ഒരു സമാധാനത്തിൽ പോയിട്ട് അവരൊന്ന് വാഷ്റൂമിലൊന്ന് പോയിക്കോട്ടെ, അവരൊന്ന് കുളിക്കാൻ പോയിക്കോട്ടെ. ചില മദേഴ്സിന് ഇവിടെ യൂറിൻ ഇൻഫെക്ഷൻ, പിന്നെ ആസിഡിറ്റി പ്രോബ്ലം, അൾസറിന്റെ പ്രോബ്ലം. എന്തുകൊണ്ട്? അവർക്ക് സമയത്തിന് ഫുഡ്, വെള്ളം കുടിക്കാൻ വരെ അവർക്ക് സമയം കിട്ടുന്നില്ല. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർക്ക് ആകുന്നില്ല. അപ്പൊ ഞാൻ പറയും, ഇപ്പൊ ഞാനിപ്പം ഗ്രാൻഡ് മദർ ആണെന്ന് പറയാം, അവളെ ഉമ്മയാ ഞാനും. അതുപോലെ ഇപ്പൊ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങളെ എല്ലാ കാര്യവും ഒന്ന് ഒഴിവാക്കി നിങ്ങൾ ഈ മദറിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. കാരണം ആ മദറിന് സപ്പോർട്ട്, ആ കുഞ്ഞിനെ നമുക്കൊരു നിലയിൽ എത്തിക്കണമെങ്കിൽ നമ്മളെ മദർ നല്ല മെന്റലി കണ്ടീഷൻ നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ കുട്ടീനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ പറയാനുള്ളത് ഫോണ്. എൻ്റെ മോനും ഫോൺ അഡിക്ഷൻ ആയിരുന്നു. ആ ഫോൺ അഡിക്ഷൻ ആയത് നമ്മൾ ആക്കിയതല്ല. അവൻ ICUവിലുള്ള സമയത്തൊക്കെ ICUവിന്റെ ബെഡിലൊക്കെ കുട്ടികൾക്ക് ടാബ് വെച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് ട്യൂബും കാര്യങ്ങളും ഇല്ലോണ്ട് കുഞ്ഞുങ്ങളെ കടക്കുന്നില്ല. അപ്പൊ അങ്ങനെ അവൻ ഫോൺ അഡിക്റ്റ് ആയി. അങ്ങനെ ഫസ്റ്റ് നമ്മൾ മൈസൂർ അസസ്മെന്റ് വന്നപ്പോൾ അവര് പറഞ്ഞു തന്നാ, ഫസ്റ്റ് നിങ്ങൾ ഈ ഫോൺ അഡിക്ഷൻ ഒന്ന് ഒഴിവാക്കിയിട്ട് വാ, അതിന് ശേഷം നമുക്ക് മുന്നോട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അങ്ങനെ ഞാനും എൻ്റെ മോളും കൂടി മെനക്കേട്ടിരുന്ന് ആ ഫോൺ ഒഴിവാക്കി. എല്ലാവർക്കും അറിയാം ഫോണ് പാടില്ല, കൊടുക്കാൻ പറ്റാതെ, നോർമൽ കുട്ടികൾക്ക് തന്നെ കൊടുക്കണ്ടെന്ന് പറയുന്ന സംഭവമാണ്. പിന്നെ ഈ കുട്ടികൾക്ക് എങ്ങനെയാ നമ്മൾ കൊടുക്കുന്നത്? പക്ഷെ അത് പാരന്റ്സിന് മനസ്സിലാവുന്നേ ഇല്ല. ഇപ്പൊ അവർ കുട്ടിയെ അടങ്ങിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്, ഞാനും അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ എങ്ങനെയെങ്കിലും കുട്ടി അടങ്ങിയിരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഫോൺ ആടെ കൊടുക്കും. അക്കാര്യത്തിൽ കുട്ടിക്ക് ഭയങ്കര ബുദ്ധി, അവരെല്ലാം ചെയ്തോളും. യൂട്യൂബ് എവിടെ വെച്ചാൽ അവര് നോക്കിയെടുത്തോളും. അവരെ പോയംസ്, അവർക്ക് ഏതൊക്കെ ഇഷ്ടം അതൊക്കെ അവരെടുത്തോളും. ഇവൻ നമ്മളിപ്പോ മോർണിംഗ് കൊണ്ട് ചെക്കപ്പിനൊക്കെ പോകുമ്പോൾ ഇവൻ ഫ്ലൈറ്റിൽ അടങ്ങിയിരിക്കൂല. അപ്പൊ നമ്മൾ ഫോൺ കൊടുക്കേണ്ടി വരും നമുക്ക്. പിന്നെ ഞാൻ അറിഞ്ഞത് ഇല്ല, നമുക്ക് അവരെ നമ്മള് മാക്സിമം ഈ ഫോണിൽ പാട്ടൊക്കെ പാടുന്നതിന് ബെറ്റർ നമ്മള് അറിയുന്ന പോലെ പാടിയാൽ മതി. നമ്മൾ വലിയ സിംഗർ ആവണമെന്നൊന്നുമില്ല. ആ പോയംസ് ഒക്കെ ഇങ്ങനെ പാടി. അപ്പൊ ഞാൻ പിന്നെ എന്താ ചെയ്തത് വെച്ചാൽ, ഞാൻ എന്റെ വോയിസിൽ തന്നെ ഈ അവർക്ക് ഇഷ്ടമുള്ള പോയംസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് അത് ഞാൻ അവനെ ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കും. ഫോണ് കാണിച്ചു കൊടുക്കൂല. പക്ഷെ ഇപ്പൊ ഒരുപാട് പാരന്റ്സ് ഫോണ് കൊടുത്തിട്ട് തന്നെ ഭക്ഷണം കൊടുക്കുന്ന, എവിടെയെങ്കിലും പോയി ഇരിക്കണമെങ്കിൽ ഫോൺ അവരെ കൈമിലുണ്ടാവും. ഇപ്പൊ ഒരു സെമിനാറോ മീറ്റിങ്ങിന് പോയ ഫോൺ അവരെ കൈമിലുണ്ടാവും. എന്തുകൊണ്ടാന്ന് മനസ്സിലാക്കാതെ അത് നമ്മളെ കുട്ടിക്ക് എന്നെയാണ് മോശമാക്കുന്നത്. നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും. കാരണം പഠിച്ചോ നമുക്ക് ഏതായാലും ഈ ഒരു ഡ്യൂട്ടി തന്നു, അപ്പൊ നമുക്കത് ചെയ്തേ പറ്റൂ. നമ്മൾ തളരാതെ കാമായിട്ട് എടുക്കൊക്കെ ഒന്ന് മെഡിറ്റേഷൻ ചെയ്തു, ഒന്ന് ബ്രീത്ത് എക്സർസൈസ് ഒക്കെ ചെയ്ത് നമ്മളൊന്ന് കാമാക്കി, നമ്മളിപ്പോ എവിടെയെങ്കിലും മീറ്റിങ്ങിന് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ സെമിനാർ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു, കുട്ടീനെ കൂട്ടണം. അപ്പൊ ഈ ഉമ്മാന്റെ കൂടെ ഒരാളും കൂടി നിർബന്ധമായിട്ട് പോകണം. എന്നാലാണ് ഈ ഉമ്മക്ക് സെമിനാർ ആയിക്കോട്ടെ, എന്തെങ്കിലും കോൺഫറൻസ് മീറ്റിംഗ് ആയിക്കോട്ടെ, നമുക്കിപ്പോ ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് സെമിനാർ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ രണ്ടാൾ പോയി, ഒരാൾ കുട്ടീനെ മാനേജ് ചെയ്യും, ഒരാൾ സെമിനാർ കോൺഫറൻസ് എന്തായാലും അത് അറ്റൻഡ് ചെയ്യും. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഫോൺ അഡിക്ഷൻ ഒഴിവാവും. ഞാൻ പറയാം, എന്റെ മോൻക്ക് ഒരു ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു അവൻ. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴല്ല എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പോകാതെ, അവനെ റോഡ് മുന്നോട്ട് നടക്കണമെങ്കിൽ ആ ഫോൺ കേൾക്കണം അവൻക്ക്, എന്നാലേ അവൻ നടക്കും. ഫോൺ സ്റ്റോപ്പ് ആയാലും അവൻ സ്റ്റോപ്പ് ആവും, നടക്കൂല. അങ്ങനെ ഞാനും മോളും കൂടി മെനക്കേട്ട് കുറച്ച് ദിവസം, ഒരു 10-15 ദിവസം മെനക്കേട്ടതിന്റെ ശേഷം ആ അഡിക്ഷൻ മാറി. ഇപ്പൊ കേൾക്കും. അതും അഡിക്റ്റ് ആയിട്ടില്ല, നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ അവനക്ക് വെച്ചുകൊടുത്താല്
കാരണം അതും കുട്ടികൾ നിർബന്ധമാണ് ലൈറ്റ് മ്യൂസിക്, ഒരു കാമായ ഒരു പോയംസ് അങ്ങനെയൊക്കെ വെച്ചു കൊടുത്താൽ അവന് കുറച്ചു നേരം കാമായി കുത്തിയിരിക്കും. അല്ലാണ്ട് ഇപ്പൊ അഡിക്ഷൻ ഇങ്ങനെ ഫോൺ വേണം, വാശി പിടിക്കൽ അതൊന്നുമില്ല. കേട്ടാൽ കുറച്ചു നേരം, ഇപ്പൊ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കുറച്ചു നേരം വെച്ചു കൊടുക്കും. പിന്നെ ഈവനിങ് കുട്ടി ഫ്രീ ആയ സമയത്ത് അങ്ങനെ വെച്ചു കൊടുക്കും. പിന്നെ മാക്സിമം ഇവർക്ക് കുട്ടികൾക്ക് ഹാപ്പിനെസ് ആണ് വേണ്ടത്. നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റും അത്രത്തോളം സന്തോഷം കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് മാജിക്കലി കാണാം ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് വരും കുട്ടിക്ക്. കാരണം അവർ തന്നെ എക്സ്പ്രസ് ചെയ്യും. അവർ ഹാപ്പി ആയാലും അവരെ ആ രൂപവും പോലും ഒക്കെ ഒന്ന് മാറ്റാം. നമ്മൾ വിചാരിക്കും അവർക്കൊന്നും അവരൊന്നും മനസ്സിലാക്കുന്നില്ല അറിയാം, പക്ഷെ എല്ലാവരും ഉള്ളിലുണ്ട്, അവരെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ മാക്സിമം അവരുടെ കൂടെ കളിക്കുക, മാക്സിമം ടൈം അവരെ കൂടെ സ്പെൻഡ് ചെയ്യുക. ഇപ്പൊ എല്ലാ പാരന്റ്സും ചോദ്യമുണ്ട്, ഇങ്ങനെ ഫുൾ ടൈം നമുക്ക് ഇപ്പൊ അവന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റൂലോ. അതാണ് ഞാൻ പറഞ്ഞത്, മദറിന് ഒറ്റക്കാവുമ്പോ അത് പറ്റൂല. ഇപ്പൊ ഫുഡ് ഉണ്ടാക്കണം, വീട്ടിലെ ജോലികൾ ഉണ്ടാവും, എന്തെങ്കിലും വാങ്ങാൻ പോകണം. അപ്പൊ കുട്ടിക്ക് എങ്ങനെ ടൈം കൊടുക്കും? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഒരു പ്ലാറ്റ്ഫോം ത്രൂ ഞാൻ അവരെ റിലേറ്റീവിനോട് പറയാന്ന്, ആരായാലും എങ്ങനെയെങ്കിലും കുറച്ചൊരു ടൈം ഇതിന് സ്പെൻഡ് ചെയ്യണം. കാരണം അത് ഒരു ഭാരമായിട്ട് നിങ്ങൾ കാണാറ്, അത് നമുക്ക് പടച്ചോൻ തന്ന ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് ആണെന്ന് വിചാരിക്കുക. എന്തോ നമുക്ക് മുന്നോട്ട് ഒരു നല്ലൊരു ഇത് വരാൻ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. അല്ലാണ്ട് നമ്മൾ പണ്ടെന്നോ ചെയ്തതിന്റെ പനിഷ്മെന്റ് ആയതൊന്നും അങ്ങനെ ഒരു കാലത്തും പറയാൻ പാടില്ല. അങ്ങനെ പടച്ചോൻ അങ്ങനെ ചെയ്യൂല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പടച്ചോൻ അങ്ങനെ ഒരു പനിഷ്മെന്റ് ആയിട്ട് ഒരു കുഞ്ഞിനെ എങ്ങനെ ആക്കുന്നു? ഒരിക്കലും ഇല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യൂല. അപ്പൊ ആ കുഞ്ഞുങ്ങളെ കൂടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക, അവരെ ചിരിപ്പിച്ച് അവരെ കളിപ്പിച്ച്. നിങ്ങൾ ഈവൻ വീട് ജോലി ചെയ്യുമ്പോൾ കൂടെ കൂട്ടുക, ആ ജോലിന്റെ ചെയ്യുന്നതിന്റെ അടുക്ക് അവനക്ക് കമാൻഡ്സ് കൊടുക്കുക. അപ്പൊ കുട്ടിക്ക് തന്നെ തോന്നും, എനിക്കൊരു വാല്യൂ ഉണ്ട്. എന്നോട് ഒരാൾ ചോദിച്ചു, അതിന് ബുദ്ധിയൊന്നും ഇല്ലല്ലോ, അതെങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഞാൻ പറഞ്ഞ ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ അവനക്ക് അത് ഉപയോഗിക്കാൻ അറിയില്ല. അപ്പൊ ഉപയോഗിക്കാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാം, മോനെ ഇതെങ്ങനെയാണോ, മോളെ എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത്. പിന്നെ അടുത്തൊരു കാര്യം, ഈ കുട്ടികളെ ഒരു കാരണവശാലും ഒറ്റക്ക് വിടാൻ പാടില്ല. ഞാനിപ്പോ ഇതൊക്കെ ഞാൻ എന്റെ കൺമുന്നിൽ നിന്ന് കണ്ട കേസായോണ്ട് ഞാൻ പറയുന്നത്, അല്ലാണ്ട് ഞാനിപ്പോ എവിടുന്നോ വായിച്ചിട്ടോ അല്ലെങ്കിൽ എവിടുന്നോ കേട്ടിട്ടൊന്നുമല്ല. ഇതൊക്കെ എന്റെ കൺമുന്നിൽ നടക്കുന്ന സംഭവമാണ്. ഒരു കാരണവശാലും ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ, ഒരു സ്പെഷ്യൽ കുട്ടിയാവുമ്പോ ആ കുട്ടിക്ക് വന്നിട്ട് പറയാൻ പോലും പറ്റൂല, ഉമ്മ നമ്മളൊരാൾ ഇങ്ങനെ തൊട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരാൾ ഇങ്ങനെ ചെയ്തു പറയാൻ പറ്റൂല. ഞാനിപ്പോ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം, നമ്മളവിടെ ഒരു കുട്ടി ഒരു പ്രോഗ്രാമിന് വന്നിരുന്നു. അപ്പൊ അതിന്റെ അമ്മന്റെ വാക്കാണ്, നിങ്ങൾ എന്തായാലും കുട്ടീനെ ഒറ്റക്ക് വിടരുത്. കാച്ചാൽ അവരെ മോള് സ്പെഷ്യൽ സ്കൂളിൽ പോകണ്ടായിരുന്നു. അപ്പൊ ഓട്ടോ ഡ്രൈവർ പിന്നെ എല്ലാ ഓട്ടോ കാണുമ്പോൾ കുട്ടി കരച്ചിൽ തുടങ്ങി. ഒരു ഓട്ടോയിലും കയറുന്നില്ല, നോൺ വെർബൽ കുട്ടിയായിരുന്നു. അപ്പൊ ഇപ്പോൾ അമ്മക്ക് സംശയം, ഇതെന്താ കുട്ടി ഇങ്ങനെ ഓട്ടോ കാണും. അല്ല, ആദ്യം ഓട്ടോ ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾക്ക്, ഇപ്പൊ അവൾക്ക് 10-30 വയസ്സായി. അപ്പൊ ഈ അമ്മ പറയാ, പിന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായത്, അവൾ ഇങ്ങനെ പെയിന് പറയാൻ അറിയില്ല, സംഭവം പറയാൻ അറിയില്ല. പക്ഷെ അമ്മക്ക് തന്നെ എന്തോ തോന്നി, ഇവന്റെ മോക്ക് എന്തോ സ്ഥലത്ത് ഒരു ഇറിറ്റേഷൻ ഉണ്ടെന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതിന്റെ ശേഷം അമ്മ പറഞ്ഞു, ഞാൻ എന്റെ എല്ലാ ജോലിയും ഒഴിവാക്കി, ഞാൻ എല്ലാം കുടുംബവും പരിപാടികളെല്ലാം ഞാൻ ഒഴിവാക്കി, പിന്നെ ഞാൻ എന്റെ മോളെ വിട്ടില്ല. അവർ പിടിച്ചു, ഓട്ടോറിക്ഷ ഡ്രൈവറെ പിടിച്ചു. പിടിച്ചിട്ട് എന്താ കാര്യം? നമ്മളെ കുട്ടിക്ക് ഒരു ഉടവ് പറ്റിയില്ലേ. അപ്പൊ ഞാനിപ്പോ ഷാഡോ ടീച്ചറായിട്ട് എന്റെ മോന്റെ കൂടെ പോകുന്നത്. അപ്പോ ഒരു കൂട്ടക്കാർ പറയും, അങ്ങനെ ഷാഡോ ടീച്ചറായിട്ട് എന്താ കാര്യം? കുട്ടി ഇൻഡിപെൻഡന്റ് ആവണ്ടേ? നിങ്ങൾ എപ്പം കൂടെ ഉണ്ടാവുമ്പോ കുട്ടി എങ്ങനെയാ പഠിക്കുക, കുട്ടി എങ്ങനെയാ മുന്നോട്ട് പോവുക? അത് റോങ്ങാണ്. കാരണം ആസ് എ മദർ നമ്മൾ പഠിപ്പിക്കുന്ന പോലെ ആരും പഠിപ്പിക്കൂല. ടീച്ചേഴ്സിനെ ഞാൻ കുറ്റം പറയുന്നില്ല, ടീച്ചേഴ്സിന്റെ ഗൈഡ് ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് ഒറ്റക്ക് അത്ര വലിയ പഠിപ്പും അറിവും വിവരമൊന്നും നമുക്കില്ല. ഇപ്പൊ ടീച്ചേഴ്സ് നമ്മളെ ഗൈഡ് ചെയ്യും, നമ്മൾ ഫുൾ ടൈം, അതാണ് ഷാഡോ എന്ന് പറയുന്ന ഒരു നിഴല് പോലെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. ഞമ്മക്ക് തന്നെ തോന്നണം ആ കുട്ടിന്റെ സേഫ് സോൺ ഏതൊക്കെയാണ്. ഇപ്പോ പാരന്റ്സ്, ഇപ്പൊ ഉമ്മ ഉപ്പ, ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, സിസ്റ്റർ, ബ്രദർ. അപ്പൊ പക്ഷെ നമുക്കത് ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം, ഇത് ശരിക്കും എന്റെ കുട്ടിന്റെ ഒരു സേഫ് സോൺ ആണ്.
ഞാൻ ഇപ്പൊ റീസെന്റ് ഇപ്പൊ നടന്നിരുന്ന ഒരു കേസ് സ്കൂളിൽ തന്നെ. അപ്പൊ പണ്ട് ഞാനും വിചാരിക്കാറുണ്ട് ഷാഡോ ടീച്ചർ ഇവർക്ക് എന്നെ പഠിപ്പിച്ചു, നമ്മള് പുറത്തവിടെ ഇരിക്കാം, കുട്ടിയൊന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കട്ടെ. ആ സമയത്ത് ഞാനും വിചാരിക്കാറുണ്ട്. പിന്നെ എനിക്ക് തോന്നിയില്ല, കറക്റ്റാണ്. അപ്പൊ സ്കൂളിലെ പ്രിൻസിപ്പൾ പറഞ്ഞു, ഇപ്പം കാര്യങ്ങൾ മനസ്സിലായോ നമ്മൾ എന്തിനാണ് ഷാഡോ ടീച്ചർ എന്ന് പറയുന്നത്. അത് ഇവര് പറയുന്ന ഷാഡോ ടീച്ചർ പാരന്റ് ആണെങ്കിൽ ഏറ്റവും സൂപ്പറാണ്. കാരണം പാരന്റ്സിനെ പോലെ ആർക്കും പറ്റൂല. നമ്മളെ അടുത്ത് ബാക്കി കുട്ടി നമ്മൾ സ്കൂളിൽ ഒരു ടൈം പീരീഡ് വരെ ഇപ്പൊ തെറാപ്പിസ്റ്റ് പോയാലും ഒരു ടൈം പീരീഡ് 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1.5 hours. ബാക്കി ടൈം മൊത്തം കുട്ടി നമ്മളെ കൂടെ തിന്നുന്നു, കുടിക്കുന്നു, ഉറങ്ങുന്നു. അപ്പൊ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോ നമ്മൾ പഠിപ്പിക്കുന്ന പോലെ ഒരാൾക്കും പഠിപ്പിക്കാൻ പറ്റൂല. കാരണം ഒന്നും എന്താ പറയണ്ടേ, ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിന്റെ അവസ്ഥ ഒന്നും പറയേണ്ട ഇല്ലല്ലോ. ഇപ്പൊ നമ്മൾ എല്ലാവരും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോ പ്ലീസ് എന്തായാലും നിങ്ങൾ അഥവാ സ്പെഷ്യൽ സ്കൂളിൽ അയക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു കണ്ണവിടെ ഉണ്ടായിരിക്കണം. എഫേർട്ട് തന്നെയാണ്, മെനക്കെടേണ്ടി വരും, മെനക്കെട്ടേ പറ്റും. കാരണം നമ്മളല്ലാണ്ട് വേറെ ആരും ഇതിന് മെനക്കെടാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ ആ കുട്ടിന്റെ കൂടെ ഈവൻ നമ്മളിപ്പോ ഒരു അങ്കിൾ ആരടുത്തും ആക്കുമ്പോൾ എന്നാലും നമ്മളൊരു കണ്ണവിടെ ഉണ്ടായിരിക്കണം. ആ കുട്ടി അവിടെ ഉണ്ട്, പക്ഷെ നമ്മളെ കണ്ണവിടെ ഉണ്ടായിരിക്കണം. കാരണം പാവ മക്കളാണ്, അവർക്ക് ഗുഡ് ടച്ച് ഏതാ ബാഡ് ടച്ച് ഏതാ ഒന്നും അവർക്ക് അറിയില്ല. അവരെ കുളിപ്പിക്കുമ്പോ, അവരെ വാഷ്റൂം കൊണ്ടുപോകുമ്പോ എല്ലാം നമ്മൾ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നത്, പക്ഷെ ചില ആള് പറയുന്നത് അത് കോൺഫിഡൻസ്, കുട്ടിക്ക് കോൺഫിഡന്റ് ആവില്ല. പക്ഷെ ഞാൻ പറയുന്ന കുട്ടി കോൺഫിഡന്റ് ആവും പാരന്റ് കൂടെ ഉണ്ടാവുമ്പോ. കാരണം കുട്ടിക്ക് തോന്നുമല്ലോ എന്റെ പാരന്റ് കൂടെ ഉണ്ട്. കാരണം അത്ര ആലോചിക്കേണ്ട ബുദ്ധിയിൽ അവർക്കുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, എന്റെ മോള് ഇപ്പൊ ഞാനാണ് എന്റെ അടുത്താണ് കൂടുതൽ അറ്റാച്ച്മെന്റ് അവനക്ക്. എന്നാലും മോളെ അടുത്ത് അവൻ അങ്ങനെ പോവില്ല. എന്തുണ്ടെങ്കിലും വിഷമം പറയാനും സങ്കടം പറയാനും ഒക്കെ എന്റെ അടുത്താ വരിക. അപ്പൊ ഞാൻ പറയും, മോനെ എന്റെ ഉമ്മയിൽ അവിടെ ഇരുന്നിന് നീ അവളെ അടുത്ത് പോയിട്ട് പറയണോ? അത് പോവില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അത്തര ചിന്ത മോനിക്കില്ലേ? ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കില്ലേ? ഉണ്ട്. പക്ഷെ ഇതിന് ഓരോ സമയത്ത് ഓരോ കാര്യം അവർക്ക് അറിയില്ല. എന്ത് സംഭവം എപ്പ എങ്ങനെയാ നമ്മള് ഇത് പറയണ്ടേ, ഇതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണ്ടേ. പിന്നെ ഒരു കാരണവശാലും നിങ്ങളെ അടിക്കരുത്. ഞാനിവിടെ കണ്ടു, അയ്യോ എന്താ പറയാ, എന്റെ കരല് കത്തിപ്പോവും. ആ മൊത്തിക്കൽ അടിക്കുന്ന കാണുമ്പോ ചട്ടാ പട്ടാന്ന് പറഞ്ഞ എന്തൊരു അടിയാ. ഞാൻ വിചാരിക്കും എങ്ങനെയാന്ന് അവർക്ക് ആ കൈ ആ പൈതലിന്റെ മേത്ത് ഇടാൻ തോന്നുന്നത്. ശരിക്കും അത് അവരെ ഭയങ്കര ബാധിക്കുന്നുണ്ട് ആ കുട്ടികൾക്ക്. എന്തായിക്കോട്ടെ, കളിച്ചോട്ടെ അവര്. അവരെ എങ്ങനെയെങ്കിലും നമ്മൾ പറഞ്ഞ് നമ്മളെ വായിലെ വെള്ളം പറ്റും. നമ്മൾ ഫുൾ ടൈം സംസാരിച്ചു, ഫുൾ ടൈം അവൻ പറഞ്ഞു, വായിലെ വെള്ളം പറ്റും. എന്നാലും നിങ്ങൾ നല്ലൊരു രീതിയിൽ, കാരണം നമ്മള് ഇങ്ങനെ ഷൗട്ടായിരുന്നതിനെ കാട്ടും നല്ല നമ്മൾ കാമായിട്ട് പറയുമ്പോണ്ടല്ലോ, അത് ഡയറക്റ്റ് പോയിട്ട് അവരെ അഫക്ട് ചെയ്യും. അത് അവർക്ക് രജിസ്റ്റർ ആവും. കാരണം അടിപിടി പോലെ മൈൻഡിലൊന്ന് രജിസ്റ്റർ ആയാലുണ്ടല്ലോ, നാളെ അത് തിരിച്ചു തരും നിങ്ങൾക്ക്. ഈ സൊസൈറ്റിയിൽ വളരേണ്ട മക്കളാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? അവർക്ക് അത് ഓർമ്മ ഉണ്ടാവും, അവിടെ രജിസ്റ്റർഡ് ആയി പോകും. അപ്പൊ അവർ പുറത്തു പോയാല്, കുറച്ച് വലുതായാല് മറ്റുള്ളവർ അവരെ ഹേർട്ട് ചെയ്യും. പിന്നെ നമ്മൾ കരുതിച്ചിട്ട് കാര്യമില്ല. എന്നാലും നമ്മൾ കുട്ടീനെ കുറ്റം പറയൂ, അവൻ പുറത്തു പോയിട്ട് ഇങ്ങനെ കളിക്കുന്നു, അടിക്കുന്നു. കുട്ടീന്റെ തെറ്റല്ല, നമ്മളെ തെറ്റാണ്. കാരണം ചെറുപ്പത്തിൽ നമ്മൾ അവന്റെ മൈൻഡിൽ അത് സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. വലുതായപ്പോൾ അത് അവന് അതിന്റെ റിയാക്ഷൻ കാണിക്കുന്നു. അപ്പൊ ഇവരൊക്കെ നോർമൽ കുട്ടികളായിക്കോട്ടെ, എന്തൊരു കളി കളിക്കുമ്പോ അത് നമ്മളെ ഒരു മിസ്റ്റേക്ക് ആണ് അവരാ റിയാക്ഷൻ കാണിക്കുന്നത്. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങളെ കൺമുന്നിൽ ആരെങ്കിലും അങ്ങനെ അടിക്കുന്ന കണ്ടാലും ഓപ്പൺ ആയിട്ട് പോയിട്ട് സംസാരിക്കുക. അത് അവരെ കുട്ടിയല്ല, നമ്മളെന്തിനാ സംസാരിക്കുന്നത്? അല്ലെങ്കിൽ അവരെ വായോണ്ട് കേൾക്കേണ്ടി വരും, എന്റെ കുട്ടിയെ ഞാൻ എന്തും ചെയ്യും. പക്ഷെ ഇങ്ങനത്തെ കുട്ടികൾ ഞാൻ പറയും എന്റെ അല്ല, മൊത്തം സമൂഹത്തിന്റെ കുഞ്ഞുങ്ങളാണ്. അപ്പൊ എല്ലാവരും നമ്മൾ അതിൽ പങ്കെടുക്കണം. ഞാൻ ഓപ്പൺ ആയിട്ട് പറയും, ഞാൻ പറയും നിങ്ങൾക്ക് എങ്ങനെ കൈ തോന്നുന്നു ഈ ചെറിയ പൈതലിനെ ഇങ്ങനെ അടിക്കാനും? അത് അടിച്ചാലേ ശരിയോ? ആ ഒരു ചെറിയ സ്വഭാവന്റെ മോക്ക് കൊണ്ട് അവളെ കൽബ് ഷൗട്ടൊക്കെ ചെയ്യും, അവളെ പേടിയാന്ന് ചെയ്യുകയും ചെയ്യും. പക്ഷെ ദയവേത് അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. നമ്മൾക്ക് അങ്ങനെ അടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മള് ഫസ്റ്റ് എന്താ ആലോചിക്കണ്ടേ? ഇല്ല ഇത് നമുക്ക് പഠിച്ചോണ്ട് തന്നെ ഭയങ്കര ഒരു നിധിയാണ്.
കുഞ്ഞുങ്ങളെല്ലാം പഠിച്ചോന്റെ ഗിഫ്റ്റ് തന്നെയാണ്. പക്ഷെ ഇവർ സ്പെഷ്യലാണ്. സ്പെഷ്യലായിട്ട് പഠിച്ചോൻ നമുക്ക് നല്ല രൂപത്തില് ഇവരെ നമുക്ക് ഇറക്കി തന്നതാണ്. അതിലിപ്പോ ഡൗൺ സിൻഡ്രോം ആയിക്കോട്ടെ, ഓട്ടിസം ആയിക്കോട്ടെ, ASD ആയിക്കോട്ടെ. ഇപ്പൊ ഡൗൺ സിൻഡ്രോമിന്റെ കുട്ടികളൊക്കെ എന്തൊരു രസയിലെ മുഖാണ് അവരത്. അവരെ ആ കളിയോ അവരെ ആ ചിരിയോ എന്തൊരു രസം, എനിക്ക് ഭയങ്കര മോന്റെ സ്കൂളിൽ ഒരുപാട് കുട്ടികൾ ഡൗൺ സിൻഡ്രോമിന്റെ. അവരെ ആ കളിയോ ആ സ്വഭാവം എല്ലാം വേറെ തന്നെ ഒരു ഇതാണ്. കാരണം അവർ വലുതായാലും ലക്കിയാണ് അവര്. നമ്മളീ മക്കള് ഭയങ്കര ലക്കിയാണ്. നമ്മളിപ്പോ ഒരു 8-9 വയസ്സായ കുട്ടീനെ എനിക്ക് തോന്നുന്നു എല്ലാവരും പിടിച്ച് ഹഗ് ചെയ്യോ മുത്തം കൊടുക്കുകയോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കുട്ടികളെ സ്നേഹം ഒരു കാലത്ത് തീരൂല. അത് വലുതാവുന്നിടത്തോളം കൂടി വരിക ചെയ്യും. അപ്പൊ ഇവര് ഭയങ്കര ലക്കിയാണ്. ഇവരെ സ്നേഹം കുറയൂല. ഇപ്പൊ എന്റെ മോന്റെ പ്രായത്തിൽ ഒരു 8 വയസ്സ് മറ്റേ മോക്കുണ്ട്. അവന് കുട്ടക്കോട് ഒരു ഹഗ് ചെയ്യലില്ല, ഒന്നുമില്ല. പക്ഷെ ഇവനെ നമ്മളെ കെട്ടിപ്പിടിച്ച് ഇവനക്ക് ഉമ്മ വെച്ച് രാത്രി കിടക്കുമ്പോ അവന് ഭയങ്കര ഇഷ്ടമാണ് കെട്ടിപ്പിടിച്ച് കിടക്കണം. എപ്പോ എന്റെ കൈമേൽ അവൻ കിടക്കുക. അപ്പൊ അതേ സ്ഥാനത്ത് ആ കുഞ്ഞിനെ അങ്ങനെയല്ല, അവൻ ഒറ്റക്ക് അവന്റെ റൂമിൽ പോയിട്ട് കിടക്കും. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഈ കുഞ്ഞുങ്ങൾ എത്ര ലക്കിയാണ്. ഇവർക്ക് ഒരുപാട് സ്നേഹം കിട്ടുന്നുണ്ട്. ഇങ്ങനത്തെ കുട്ടികൾ എത്ര വലുതായാലും നമുക്ക് കാണുമ്പോ ഒരു സ്നേഹം തോന്നിപ്പോവും. തോന്നാത്ത ആൾക്കാരുണ്ട്, ആ ഒരു കേസ് വേറെ. പക്ഷെ ശരിക്കും ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ കുടുംബത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി പ്ലീസ് ഒന്ന് ആ പാരന്റ്സിന്റെ മുന്നിൽ നിങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയലോ, അല്ലെങ്കിൽ ഭയങ്കര നോട്ടോ. ഞാൻ പറയില്ല, ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ ഫാമിലി നമ്മളെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നത്. അവർക്ക് എന്റെ വായോളം വന്ന് നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ട് പിന്നെ എന്റെ മോൻ പറഞ്ഞു മതി നിങ്ങൾ അനങ്ങണ്ട. മേ ബി അവരവരെ ക്യൂരിയോസിറ്റി ആയിരിക്കും എന്തായി സംഭവം. പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ചോദിക്കുക. നിങ്ങളൊന്ന് വിചാരിക്കരുത്, നമ്മൾ ചോദിക്കുന്ന നിങ്ങളൊന്ന് വെറുപ്പ് വിചാരിക്കരുത്. എന്താണ് ഈ മോന്റെ പ്രശ്നം? അപ്പൊ അവർക്ക് നമുക്ക് നോളജ് കൊടുക്കാൻ പറ്റും. ആ നമുക്ക് സന്തോഷാവും. നമ്മളെ കൊണ്ട് ഒരാൾക്ക് എന്തൊക്കെ ഒരു നോളജ് കിട്ടിയല്ലോ. പിന്നെ അടുത്ത വരുന്നത് കുട്ടികളെ സ്പീച്ച്. ഇതിലൊരുപാട് കുട്ടികൾ നോൺ വെർബൽ ആണ്. അഥവാ സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ മീനിങ് ഫുൾ ആയിട്ടുള്ള സംസാരമല്ല. അവർക്ക് മൂടുണ്ടെങ്കിൽ സംസാരിക്കും. നമ്മൾ ചോദിച്ചതിനല്ല അവർ മറുപടി പറയാ, വേറെന്തെങ്കിലും പറയാം. എന്റെ മോൻ കംപ്ലീറ്റ്ലി നോൺ വെർബൽ ആണ്. പക്ഷെ ഫസ്റ്റ് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഞാൻ പഠിച്ചോനെ എന്റെ മോന്റെ വായിന്ന് ഒരു നേരം ഒരു ഉമ്മാന്നോ, അല്ലെങ്കിൽ ഉമ്മാക്ക് എത്ര ആഗ്രഹം ഉണ്ടാവും എന്റെ മോന്റെ വായിന്ന് ഒന്ന് എനിക്ക് ഉമ്മാന്ന് കേൾക്കാനും, അല്ലെങ്കിൽ ഉപ്പാക്ക് എനിക്കൊന്ന് ഉപ്പാന്ന് കേൾക്കാനും പിന്നെ എത്ര ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും, പഠിച്ചോനെ എപ്പാ എന്റെ മോൻ അങ്ങനെ ഒരു ഉമ്മ ഒരു ഉപ്പാന്നൊന്ന് വിളിക്കാം അവന്റെ വായോണ്ട്. പക്ഷെ അതും നമ്മള് അതിന്റെ നെഗറ്റീവ് ഭാഗം അതിന്റെ ഒഴിവാക്കി അതിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് മാറി. അതിനൊക്കെ എന്റെ മോന്റെ ടീച്ചേഴ്സും കൂടെ ഉണ്ട്. അവര് പറഞ്ഞു നിങ്ങൾ എന്തിനാ വറീഡ് ആവുന്നത്? കമ്മ്യൂണിക്കേഷൻ ഒരുപാട് വേണ്ട. ഇപ്പൊ ടെക്നോളജിന്റെ കാലമല്ലേ, ഇപ്പൊ AI കാലല്ലേ, എന്തിനാ നിങ്ങൾ വറീഡ് ആവുന്നത്? നമുക്കിപ്പം വായോണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല. ഇപ്പൊ വേൾഡിൽ നിങ്ങൾ ഒരുപാട് ആൾക്കാരെ സ്റ്റോറീസ് ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. വായോണ്ട് തന്നെ സംസാരിക്കണമെന്നില്ല. പല രീതിയിലും നമുക്ക് സംസാരിക്കാൻ പറ്റും. അങ്ങനെ മോനെ നമ്മളിപ്പോ ഫ്ലാഷ് കാർഡ് വെച്ചിട്ട് നമ്മൾ അവനെ സംസാരം പഠിപ്പിക്കുന്നു. പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് സ്ട്രെസ് കൂടും. ഭയങ്കര സ്ട്രെസ് ആയിരിക്കും അവര്. അന്നേരമാണ് അവര് ഭയങ്കര ഇറിറ്റേഷൻ കാണിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും, അല്ലെങ്കിൽ എന്തെല്ലോ കളി കളിക്കുന്നത്. അപ്പൊ നമ്മൾ അവരോട് പോയിട്ട് സംസാരിക്കാം. മോനെ എന്താ വേണ്ടേ മോനിക്ക് ഇത് വേണോ? മോനിക്ക് എന്താ ഭക്ഷണം വേണോ? അല്ലെങ്കിൽ നീ പുറത്തു പോണോ? അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കണോ? അന്നേരം അവൻ ആ മുഖം തന്നെ ഇങ്ങനെ നോക്കും. അപ്പൊ നമുക്ക് തന്നെ ഫീൽ ചെയ്യും, കുട്ടി കുറച്ചൊന്ന് റിലാക്സ് ആയിട്ടുണ്ട്. അവന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ അങ്ങോട്ട് അവനോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോ അവൻ സംസാരിക്കേണ്ട ചാൻസ് കുറവാന്നാ പറയുന്നത്. പക്ഷെ അൽഹംദുലില്ലാ എനിക്കൊരു ടെൻഷനും ഇല്ല. കാരണച്ചാല് ഒരു വേ പഠിച്ചവൻ പൂട്ടുമ്പോ വേറൊരു വേ തുറക്കും, ഉറപ്പായിട്ട് തുറക്കും. ഞാൻ സംസാരിക്കൂല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പറയും പഠിച്ചവൻ അഥവാ ഒരു കെട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ പഠിച്ചവൻ തന്നെ തുറക്കും. ഇൻ കേസ് തുറന്നില്ല, അതിലെന്തോ ഖൈറുണ്ട്. അതിൽ നമ്മൾ ഒരു കാലത്തും വരീടാവരുത്. ഞാൻ തന്നെ ഇപ്പൊ മോർണിംഗ് കൊണ്ടുതന്നെ പോയാ പറയും, അയ്യോ സംസാരിച്ചിട്ടില്ലല്ലേ ഇതുവരെ, നിങ്ങൾ എന്ത് മെനക്കെട്ടിട്ടെന്താ കാര്യം? മനുഷ്യന്മാർക്ക് നമ്മളെ എങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം ഡീമോട്ടിവേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ ധൈര്യത്താലെ പറയും, സംസാരിച്ചില്ല ഒരു പ്രശ്നവുമില്ല. അവൻ നമ്മളോട് സംസാരിക്കുന്നത് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. നമ്മള് ചെയ്യുന്ന എഫേർട്ടും
നമ്മൾ ഓക്കുപേഷണൽ തെറാപ്പി ഉണ്ട്, ബിഹേവിയർ തെറാപ്പി ഉണ്ട്, ട്യൂഷൻ ഉണ്ട്, സ്പീച്ച് ഉണ്ട്. അപ്പൊ ഇതൊന്നും എഫേർട്ട് ആർക്കും മനസ്സിലാവുന്നില്ല. പക്ഷെ അവരെന്താ ഫസ്റ്റ് പറയാ, എന്ത് ചെയ്തിട്ടെന്താ, ഒരക്ഷരം പോലും വായിന്ന് വീണിട്ടില്ലല്ലോ. അപ്പൊ എല്ലാവരും ചിന്ത എന്താ, വായിന്ന് വീണാലേ നമുക്ക് എല്ലാ വിജയം നേടാൻ പറ്റും. അങ്ങനെ ഒന്നുമില്ല. ഇപ്പം പല പല ടെക്നോളജീസും ഉണ്ട്. ഇപ്പൊ മോനെ അവർ പറഞ്ഞ നമുക്ക് ഫ്ലാഷ് കാർഡ് വെച്ചിട്ട് അവന്റെ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ കാർഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, അവന്റെ ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവനിക്കിപ്പോ TV നോക്കണം, അവനിക്കിപ്പോ പോയംസ് നോക്കണം. അപ്പൊ അന്നേരം ഇവൻ എന്ത് ചെയ്യും, നമ്മളെ ഫയൽ തുറന്നു കൊടുത്താൽ അവൻ അതിൽ പോയിന്റ് ചെയ്യും, എനിക്ക് ഇത് വേണം. അപ്പൊ ഒരു തടസ്സം നീങ്ങിയില്ല അവിടുന്ന്, അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഇപ്പൊ നമ്മൾ അവനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സെന്റൻസ് വായിക്കുന്നുണ്ട്, റീഡിംഗ് ഉണ്ട്. സ്പീച്ച് ഇല്ല, ബട്ട് റീഡിംഗ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സ്പീച്ച് ഇല്ലാതെ അവൻ എങ്ങനെ റീഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ചിന്ത വരുന്നില്ല? ഫസ്റ്റ് ആദ്യമൊക്കെ കേൾക്കുമ്പോ അമ്മക്കും ഇങ്ങനെ തന്നെയായിരുന്നു. നമ്മള് സെന്റൻസ് കാർഡ് ഉണ്ടാക്കി. ഇപ്പൊ ആപ്പിൾ ഇസ് റെഡ്, ബോൾ ഇസ് റൗണ്ട്, മൈ നെയിം ഇസ് ഹംദാൻ, മൈ മദർ നെയിം ഇസ് ഇത് അങ്ങനെ. അപ്പൊ നമ്മളിപ്പോ അവനോട് ഏത് കാർഡ് എടുക്കാം, അവനെ കാർഡ് എടുത്തു തരും. ഇപ്പൊ അവനക്ക് എന്താ വേണ്ടേ, മോനക്ക് എന്താ വേണ്ടേ, ഫുഡിന്റെ ടൈം അവൻ നമ്മളെ ഫുഡിന്റെ പിക്ചർ എടുത്തു തരും. ചില അവനക്ക് സൈക്കിൾ ഓടിക്കാൻ പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ കാണിച്ചു തരും, അല്ലെങ്കിൽ സൈക്കിൾ തൊട്ട് കാണിച്ചു തരും, നമ്മളെ കൈ വെച്ച് കൊണ്ടും സൈക്കിൾ തൊട്ട് കാണിച്ചു തരും, അല്ലെങ്കിൽ നമ്മൾ പിക്ചർ കാണിച്ചു തരും. അതിലും സക്സസ് ആയിട്ടില്ലെങ്കിൽ നമ്മളൊരു ആപ്പ് ഉണ്ട്, ഒരു ആവാസ് ആപ്പ് എന്ന് പറഞ്ഞാൽ, വേറെ ആപ്പുകൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ എനിക്ക് അതിനെ പറ്റിയിട്ട് പരിചയമില്ല. അതുവഴി നമുക്ക് ടാബ് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ അതിനുള്ള ഒരുക്കങ്ങൾ നമ്മൾ റെഡി ആവുന്നുണ്ട്. അവർ കുറച്ച് പോയിന്റിങ് കുറച്ച് കുറവാണ്, അപ്പൊ പോയിന്റിങ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ പോയിന്റിങ് പഠിച്ചാൽ നമുക്ക് ആ ടാബിലേക്ക് മാറാം. അതുകൂടാതെ അവനക്ക് റൈറ്റിംഗ് സ്കില്ലില്ല, പിടിക്കും പക്ഷെ അവനക്ക് ഗ്രിപ്പിൽ നമ്മളിങ്ങനെ പിടിച്ചാൽ കൈമ ഇങ്ങനെ പിടിച്ചാൽ ചെയ്യും, കൈ വിട്ട അവന് ഇങ്ങനെ കൈ ലൂസാക്കും. അപ്പൊ അവന് ടീച്ചർ പറഞ്ഞു, ഡോണ്ട് വറി, ഒരു പ്രശ്നമില്ല, നമുക്ക് ടൈപ്പിങ്ങിലേക്ക് മാറാം. റൈറ്റിംഗ് അല്ലേ നമുക്ക്, നമ്മളെ പർപ്പസ് റൈറ്റിംഗ് അല്ലേ, അതിപ്പോ ടൈപ്പിലൂട്ടി ആയാലും പെൻസിൽ വഴി ആയാലും നമ്മളെ കാര്യം നടന്നാൽ മതിയല്ലോ. അത് കേട്ടപ്പോ അതും സമാധാനായി. ഓ, അങ്ങനെ ഒരു വേ ഉണ്ടല്ലോ പേഴ്സണെ. അപ്പൊ എല്ലാത്തിനും ഒരു വേ ഉണ്ട്. ഓട്ടിസം ബാധിച്ച് ഇനി ഒന്നുമില്ല, ദുനിയാവ് അങ്ങനെ ബ്ലാങ്ക് ആയിപ്പോയി, അങ്ങനെ ഒരു സംഭവമില്ല. കേട്ടാ എന്തായാലും ആർക്കായാലും ഒരു ഷോക്ക് പറ്റും. പക്ഷെ അതേ നിമിഷം നമ്മള് എല്ലാം അങ്ങോട്ട് നമ്മളൊരു കാജിൽ ഇട്ട പോലെ ഉണ്ട്. അപ്പൊ ആ സമയം നമ്മൾ ആ കാജ് പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങുക. ഓക്കെ പഠിച്ചോനെ, നീ നമ്മളെ സെലക്ട് ചെയ്ത് താങ്ക് യു. നമ്മൾ ഇനി എന്താ മുന്നോട്ട് ചെയ്യേണ്ടത്, നീ നമുക്ക് വഴി തുറന്നതാ, നമ്മൾ അതിലൂടെ പോവാം. അപ്പൊ നമ്മളത് ഫസ്റ്റ് നമ്മൾ തന്നെ മെന്റലി പ്രിപ്പയർ ആയിരിക്കണം. നമ്മളത് പോവാൻ റെഡിയാണ്. റെഡി ആവുമ്പോ കുറച്ച് തനിയെ നമുക്ക് വഴി തുറന്നു തരും. ഇത് വെച്ചാൽ ഒരു പറഞ്ഞാ തീരാത്തൊരു ഫീൽഡാണ്. ഞാനിപ്പോ ഭയങ്കര ഇതിൽ PhD ചെയ്തു അല്ലെങ്കിൽ ഡിപ്ലോമ എടുത്ത ആളൊന്നും അല്ല. പക്ഷെ ഞാന് സ്വന്തം വീട്ടിൽ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും, അപ്പൊ എനിക്ക് തോന്നിയത്, ഇപ്പൊ 6 വർഷത്തോളം ആയല്ലോ ഞാനിപ്പോ ഈ ഇതിലേക്ക് നടക്കുന്നത്. അപ്പൊ ആ ഒരു മറ്റുള്ളവർക്ക് ആ ഒരു പ്രശ്നം ഒന്ന് കുറച്ചു കൊടുക്കണം. എന്നെ കൊണ്ട് വേറെ കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അത്രയും എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇതിനൊരു ഡിഗ്രി എടുക്കണോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യണോ എന്നൊരു ആവശ്യമില്ല. മദർ തന്നെയാണ് ഏറ്റവും വലിയ ടീച്ചർ. പിന്നെ മെയിൻ ഒരു പോയിന്റ് പറയാനുള്ളത്, എന്റെ മോന്റെ ബിഹേവിയർ തെറാപ്പി നടക്കുന്നുണ്ട്. അപ്പോ അവര് ഞാൻ ഗ്രാൻഡ് മദർ ആണ്. ഞാന് ഉമ്മാനെക്കാട്ടിയും കൂടുതൽ അവൻ ക്ലോസ് എന്നോടാണ്. എന്നോട് എല്ലാ കാര്യവും ചെയ്യെല്ലാം ചെയ്യാം. പക്ഷെ ആ മദറിന്റെ ഒരു ടച്ച് ഉണ്ടല്ലോ. അവന്റെ തെറാപ്പിസ്റ്റ് പറഞ്ഞ, ഉമ്മ നിങ്ങൾ നല്ലോണം നോക്കുന്നുണ്ട്, നിങ്ങളെ മോളെക്കാളും കൂടുതൽ നോക്കുന്നുണ്ട്. പക്ഷെ ആ ഉമ്മാന്റെ ഒരു ടച്ച്, ആ ഉമ്മാന്റെ ഒരു ലാലനം, പിന്നെ ഉമ്മാന്റെ 2 വാക്ക്, ഒന്നും വേണ്ട, ഉമ്മ ഒരു 3 നേരം നല്ല ടൈറ്റ് ഹഗ് ചെയ്യുക, അവന്റെ ഫോർഹെഡിൽ ഒരു മുത്തം കൊടുക്കുക, എന്നിട്ട് അവന്റെ മുഖം നോക്കിയിട്ട് പറയാം, ഇറ്റ്സ് ഓക്കെ മോനെ, സാരയില്ല, എല്ലാം ശരിയാവും. അപ്പൊ എന്നോട് ടീച്ചർ പറഞ്ഞ എന്താണ്, നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാം, കുറച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് നന്നായി കാണും.
അപ്പൊ ചില ആളുണ്ട് ഗ്രാൻഡ് പാരന്റ്സ് ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ ഗ്രാൻഡ് പാരന്റ്സ് ആണ് നോക്കുന്നത്. അപ്പൊ അവരോടും പറയേണ്ട എനിക്ക് ഇത്ര തന്നെയാണ്. ജോലി ഇപ്പൊ ചില കാരണവശാൽ ജോലി ഒഴിവാക്കാൻ പറ്റൂല. പക്ഷെ ഏതെങ്കിലും ഒരു സാക്രിഫൈസ് ചെയ്തേ പറ്റും. കാരണം ഞാൻ നല്ല ഇപ്പൊ ഡോക്ടേഴ്സ് ആയ ഒരു ഫാമിലി ഉണ്ട്, നഴ്സായ ഒരു അയർലൻഡിൽ നഴ്സായ ഫാമിലി ഉണ്ടായിരുന്നു. അവരൊക്കെ ജോലി ഒഴിവാക്കി വന്ന ആൾക്കാരാണ്. കാരണം നമുക്ക് ജോലിയല്ല വലുത്, നമുക്ക് നമ്മളെ കുഞ്ഞാന്ന് വലുത്. ജോലി പിന്നെയും ചെയ്യാം, പിന്നെയും കിട്ടും, കുഴപ്പമില്ല. പക്ഷെ മോനെ നമുക്ക് പിന്നെ തിരിച്ചു കിട്ടൂല. സമയം കടന്നു പോയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. നമ്മൾ പിന്നെ കേദിക്കേണ്ടി വരും. അപ്പൊ നാളെ കേദിക്കുന്നതിനെക്കാട്ടും ബെറ്റർ നമ്മൾ ഇന്ന് അതിനില് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ചില പാരന്റ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അയ്യോ നല്ല ജോലിയാണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റുക ചെയ്യൂല. പക്ഷെ നമുക്ക് കുട്ടീനെ കാട്ടി വലുതല്ലാലോ. കാരണം നമ്മളിപ്പോ ഗ്രാൻഡ് പാരന്റ്സ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എങ്ങനെ നോക്കിയാലും പക്ഷെ ആ ഒരു മദറിന്റെ ഒരു ടച്ച് ഉണ്ടല്ലോ, ഭയങ്കര സംഭവമാണ്. ശരിക്കും പറയുമ്പോ ഇല്ല, എനിക്കൊരു എന്താ പറയണ്ട, ഒരു ഉള്ളിന്ന് ഒരു വറ പോലെ വരുന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, എന്റെ മോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞപ്പോൾ എന്റെ മോൾ വെന്റിലേറ്ററിലായിരുന്നു. 6 months ഒരു ചെറിയൊരു ബേബി. അപ്പോ ആ സമയത്ത് മോന ഡോക്ടർ 3 നേരം എന്റെ മോളെ കൂട്ടിയിട്ട് പോകും. ആ സമയത്ത് അവർ കോവിഡ് പോലെയാണ്. 2017 മോന്റെ സർജറി കഴിഞ്ഞത്. അന്നേരം കോവിഡ് വന്നിട്ടില്ല. പക്ഷെ നമ്മൾ ആ ശരിക്കും കോവിഡിന് നമ്മൾ പണ്ടേ പ്രിപ്പയർ ആയിന്. ശരിക്കും ഒരു കോവിഡ് ലെവലെ PPE കിറ്റ് ഒക്കെ ഇട്ട് ഫുള്ള് സാനിറ്റൈസ് ചെയ്ത്, ഈവൻ നമ്മളെ വായിലും ശ്വാസം വരെ നമ്മൾ ഡെയിലി കൂടെ മൗത്ത് വാഷ് ചെയ്ത്, അപ്പൊ അങ്ങനെ നമ്മളെ മോളെ കൂട്ടിയിട്ട് പോകും. എന്നിട്ട് അവരെന്താ പറയാ, ഒന്നും വേണ്ട, നിങ്ങൾ 3 നേരം വന്നിട്ട് മോന്റെ തല മെല്ലെ ഒന്ന് തടവി കൊടുക്കുക. അത് ഭയങ്കര ഒരു ഹീലിംഗ് പ്രൊസീജിയർ ആണ്. ശരിക്കും 4 ദിവസം എന്റെ മോൻ വെന്റിലേറ്ററിൽ നിൽക്കണമെന്ന് പറഞ്ഞ മോനെ എന്റെ 48 hours കൊണ്ട് എന്റെ മോൻ വെന്റിലേറ്ററിന് പുറത്തായി, ICUലേക്ക് ഷിഫ്റ്റ് ആയി. അപ്പം മോനിക്കില്ലേ മാസ്കും ഒക്കെ ഈ ക്യാപ്പൊക്കെ ഇട്ട് പോകുമ്പോൾ ഭയങ്കര പേടിയാലോ തുടങ്ങി. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ മാസ്ക് ചെറുതായിട്ട് കഴിച്ചോ, മോൻ ഫേസ് കണ്ടോട്ടെ. അതൊന്നും കുട്ടിക്ക് നല്ല പെട്ടെന്ന് കുട്ടി ഹീലാവും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അപ്പൊ എന്തായിരിക്കും ആ ഒരു സംഭവം. നമ്മൾ നോക്കുന്നില്ല, നമ്മളും മദർ തന്നെയാണ്. പക്ഷെ ആ ഒരു കുഞ്ഞ് വന്നൊരു ഉമ്മാന്റെ കുടലിൽ കടന്നു, ഉമ്മ പെയിന് ഫീൽ ചെയ്തു, ഉമ്മനെ വള്ളിയിൽ കൊണ്ടുവന്നു. അപ്പൊ എന്തായാലും നമുക്ക് ആ സ്ഥാനത്ത് എത്താൻ പറ്റില്ല. അപ്പൊ ഞാനും റിക്വസ്റ്റ് ചെയ്യുന്നത് എത്രയാണ്, ശരി നിങ്ങൾക്ക് അങ്ങനെ ജോലി ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്നും ഒഴിവാക്കുക. നിങ്ങളെ കുട്ടിക്ക് വേണ്ടിയിട്ട്, കുട്ടീന്റെ ഭാവിക്ക് വേണ്ടിയിട്ട് ഡെയിലി അവനൊന്ന് ഹഗ് ചെയ്യുക, കിസ് ചെയ്യുക. ഇതെല്ലാം എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്, അല്ലാണ്ട് ഞാൻ വായിച്ചിട്ട് പഠിച്ചതല്ല. ഇപ്പൊ എന്റെ മോന്റെ മാറ്റങ്ങൾ എന്തൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇതിനൊക്കെ ഞാൻ ഒരുപാട് താങ്ക്സ് എന്റെ തെറാപ്പിസ്റ്റിനും എന്റെ മോന്റെ ടീച്ചേഴ്സിനും ഞാൻ പറയുന്നുണ്ട്. കാരണം ഈ ഗൈഡ് ലൈൻസ് ഒക്കെ അവരെനിക്ക് തന്നതാണ്. അല്ലാണ്ട് നമ്മൾ ബ്ലാങ്ക് ആണെന്ന് ഒന്നും അറിയില്ല. പിന്നെ ഞാൻ ഫ്രീയിലെ ടൈം ഒക്കെ ഞാൻ യൂട്യൂബിൽ ഓരോ വീഡിയോസ് നോക്കും, ഗൂഗിളിൽ ഓരോന്ന് സെർച്ച് ചെയ്യും. എന്തൊക്കെ എനിക്ക് രാത്രി കിടന്നാൽ ഞാൻ വിചാരിക്കും, നാളെ എന്തൊക്കെ എനിക്ക് പുതിയ ചെയ്യാൻ പറ്റിയത് എന്റെ മോൻക്ക് വേണ്ടിയിട്ട്. രാവിലെ ആയി വിചാരിക്കും, ഇന്ന് മോന്തി വരെ എന്തൊക്കെയാണ് ഇതിനൊരു പ്ലാൻ ചെയ്താൽ നമ്മളെ മക്കള് മാറും. ഓട്ടിസം കംപ്ലീറ്റ്ലി നമുക്ക് എന്തായാലും അത് മാറ്റാൻ പറ്റൂല. ലോങ് ലൈഫ് ഒരു സംഭവമാണ്. പനിയും ജലദോഷവും ഒന്നും അല്ല, നമ്മൾ മരുന്ന് കൊടുത്തു മാറി, അങ്ങനെയല്ലല്ലോ. പക്ഷെ നമ്മളെ കുട്ടിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും, ഉറപ്പായിട്ട് പറ്റും. പക്ഷെ ആ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം, എന്നാലേ പറ്റും. നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇറങ്ങുക, നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങൾ വിഷ്വൽ ചെയ്യുക. നമ്മളമ്മ സംസാരിക്കുന്നുണ്ട്, ഞാനിപ്പം ചെയ്യും. സംസാരിക്കേണ്ട സാധ്യത കുറവാന്ന് പറഞ്ഞിട്ടും ഞാൻ ഇപ്പം വിഷ്വൽ ചെയ്യും. എന്റെ മോൻ ഒരു സ്റ്റേജ് കയറി സംസാരിക്കുന്നു, എന്നിട്ട് ഞാൻ സൈഡിൽ ഇങ്ങനെ ഇരുന്നിന്, അവന്റെ ഉമ്മ ഇങ്ങനെ സൈഡിൽ ഇരുന്നിന്, അതൊക്കെ ഞാൻ ഇങ്ങനെ വിഷ്വൽ ചെയ്യും. അപ്പൊ ശരിക്കും അത് സംഭവിക്കും, എനിക്ക് ഉറപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ, കുറെ സമയം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്ലീസ് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. പിന്നെ മെയിൻ ഒരു ടോപ്പിക് ഉണ്ട്, അവന്റെ റഷിദ മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? പറ്റുന്നില്ല. അമ്മി മ്യൂട്ടാ.
ഇപ്പൊ ഓക്കെ ആയില്ലേ? ആ ഓക്കെ. ഓക്കെ. അപ്പൊ ആർക്കും ഇതിനെ പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളും. ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യാൻ വേണമെങ്കിലും തയ്യാറാണ്. നിങ്ങളുടെ ടൈമാണ് കേട്ടോ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ നാളെ ഇൻഷാല്ല നമ്മളെ ഡയറ്റിനെ പറ്റിയിട്ട് പ്രോഗ്രാം ഉണ്ട്. അതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കുട്ടികളുടെ ഡയറ്റ് എങ്ങനെ നമുക്ക് ഫോളോ ചെയ്യേണ്ടത്, അതിലൂട്ട് എങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും, അതൊക്കെ ഞാൻ പറയുന്നതാണ് നാളെ. ഇവിടെ ആർക്കെങ്കിലും റഷിദ മാമിനെ പേഴ്സണലി ഇനി ഇവിടെ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേഴ്സണലി കണക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ചാറ്റ് ബോക്സിൽ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്യാം. ഓക്കെ, ചാറ്റ് ബോക്സിൽ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം. ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയത് ഇത് സ്പെഷ്യലി ഫോർ ഓട്ടിസം അല്ലെ, അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രമുള്ളൊരു, പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഇത് ഈവൻ എല്ലാവർക്കും നമ്മള് ഇവിടെയാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് എത്രത്തോളം ബ്ലെസ്ഡ് ആണ് നമ്മൾക്കിപ്പോ. അല്ലാതെ ഉള്ളവരും അല്ലെ, നമുക്ക് നോർമലി ഉള്ള മക്കൾ ഉണ്ടായിട്ട് പോലും നമ്മൾ പലപ്പോഴും നമ്മളെ വാക്കുകൾ യൂസ് ചെയ്തിട്ട് മക്കൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വല്ലാണ്ട് ചിലപ്പോൾ അവരെ കേസ് ചെയ്യാറുണ്ട്. വല്ലാണ്ട് നമ്മൾ പല വാക്കുകളൊന്നും ഞാൻ ഇവിടെ എടുത്തു പറയുന്നില്ല. എത്രത്തോളം ബ്ലെസ്ഡ് ആണ് നമ്മളെന്നും അതേപോലെ അങ്ങനെ ഒരു അവസ്ഥയുള്ള കുട്ടിക്ക് തന്നിട്ടുണ്ടെങ്കിൽ പോലും രണ്ട് കാര്യങ്ങളാണ് റിഷ്ടമൻ പറഞ്ഞ ഒന്ന് എന്താണ്, സ്പെഷ്യലി യു ആർ സ്പെഷ്യൽ, യു ആർ സ്പെഷ്യലി ടാലന്റഡ്. അങ്ങനെ ഒരു കുട്ടിയെ കിട്ടണമെങ്കിൽ യു ആർ സെലക്ടഡ് ബൈ ദ ഓൾമൈറ്റി. നിങ്ങൾ സെലക്ടഡ് ആണ്, നിങ്ങൾ സ്പെഷ്യലി ഏബിൾ, നിങ്ങളും അതേപോലെ സ്പെഷ്യൽ ആണ് എന്നുള്ളതാണ്. ആ ഒരു തിരിച്ചറിവ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നോർമൽ ആയിട്ടുള്ള കുട്ടികളെ കിട്ടിയിട്ട് പോലും പലപ്പോഴും നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാനോ അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള ഒരു പല ചാലഞ്ചസിനെയും ഹൈലൈറ്റ് ചെയ്തത് ബ്ലെയിം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണാറ്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു വലിയൊരു ഡോറാണ് ഇവിടെ റഷിദാമ്മ നമുക്ക് മുമ്പിൽ ഓപ്പൺ ചെയ്ത് തന്നിട്ടുള്ളത്. ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള വല്ലാത്തൊരു വലിയൊരു ഡോറാണ്. അപ്പൊ അത് വല്ലാത്തൊരു റിയലൈസേഷൻ ആണ്, തിരിച്ചറിവാണ്, അവയർനെസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ വെന്റിലേറ്ററിൽ കിടക്കുന്ന 6 മാസം പ്രായമായ കുട്ടിക്ക് എന്തൊരു ഇതുണ്ടായിട്ടാണ് ആ ഡോക്ടർ കൊണ്ടുപോയിട്ട് 3 നേരം നിങ്ങൾ ആ കുട്ടിയുടെ തലയിലൊന്ന് അല്ലേ ഒന്ന് തലോടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീലിംഗ് പവർ ഓഫ് എ മദർ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരമ്മയുടെ ഹീലിംഗ് പവർ എന്ന് പറയുന്നത് എത്ര തവണ നമുക്ക് നമ്മളെ നോർമൽ ആയിട്ടുള്ള കുട്ടിയെ തന്നെ ഒന്ന് ഹഗ് ചെയ്യാനോ, ഒന്ന് അല്ലെ ഒരു നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കാനോ, ഒന്ന് ചേർത്ത് പിടിക്കാനോ, ഒന്ന് തലോടാനോ. അപ്പൊ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഇത് ഇത് ആർക്കുള്ള അവയർനെസ് ആണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഇത് ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് മാത്രമുള്ള അവയർനെസ് ആണോ, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള കുട്ടികൾക്കുള്ള അവയർനെസ് ആണോ? അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇത് ആ ഒരു സൈഡിൽ കാണരുത്. പിന്നെ അതേപോലെ തന്നെ വലിയൊരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള കുട്ടി ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷെ ഇനിയെങ്കിലും അങ്ങനെ ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ആ അവയർനെസ്സിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. അപ്പോൾ ഇവിടെ വലിയൊരു ഡോർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ഡോർ നിങ്ങൾ കാണാതെ പോകരുത് ഒരിക്കലും. ഹീലിംഗ് പവർ ഓഫ് യുവർ മദർ, അത് അധികം ഇവിടെ മദേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. അതർവൈസ് എന്തെങ്കിലും സംശയങ്ങൾ പേഴ്സണലി ചോദിക്കാനുണ്ടെങ്കിൽ റഷീദ മാമിന്റെ നമ്പർ ഞാനിവിടെ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, കണക്ട് ചെയ്യാം. എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടോ സെഷനെ കുറിച്ചോ? നമ്മുടെ റെറ്റോറിയൻ സ്പീക്കർ ആണ്, നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് കഴിഞ്ഞ ആളാണ്, ഇപ്പൊ നമ്മുടെ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ കോഴ്സിലുള്ള ആളാണ്. എന്തിനെ കുറിച്ചെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ പറയാം. ഹലോ, ഗുഡ് ഈവനിങ് മാം. പറയൂ വാഷിദ. ഗുഡ് ഈവനിങ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം, അടിപൊളി ക്ലാസ് ആയിരുന്നു. അങ്ങനെയുള്ള ഒരു മക്കളെ കാണുമ്പോ തന്നെ എന്തോ ഒരു അടുപ്പാ. ഞാനങ്ങനെ ഇടക്കിടക്ക് ഇവിടെ അടുത്തുള്ള ഒരു കുട്ടികളുണ്ട്, പിന്നെ പുറക്കാട് സ്കൂളിലെ ആ മക്കളെ ഇങ്ങനെ വായിക്കുന്ന ഏടെ കണ്ടാലോ അങ്ങനെ കണ്ട് എന്താ പറയാ, ശരിക്കും നമ്മൾ നോർമലായ മക്കളെ കാണുന്നതിനേക്കാളും സ്നേഹം കൂടുതൽ നമുക്ക് അച്ഛൻ ആരാന്നോ അമ്മ ആരാന്നോ എന്ന് അറിയാണ്ട്
അമ്മ ഉമ്മ എന്ന് വിളിക്കുന്ന മക്കള്, അത് വല്ലാത്തൊരു ഫീലിംഗാ, പറയാൻ തന്നെ പറ്റുന്നില്ല. മാമിന്റെ ക്ലാസ് ഭയങ്കരം. എന്താ താങ്ക് യു. പറയാ, നീ മുന്നോട്ട് എങ്ങനെ കണ്ടാലും അത് അത് അയ്യൊരു രീതിയിൽ മുന്നോട്ട് മാം എന്താന്നോ പറഞ്ഞേ, അത് എങ്ങനെ എന്റേതല്ലാലോ കുട്ടി, മറ്റുള്ള അതാണല്ലോ, അങ്ങനെയുള്ള ചിന്തിക്കാനുള്ള കഴിവുണ്ടാവില്ല മക്കളെ കൊണ്ട്. സ്വന്തം തന്നെ അത് നമുക്ക് റബ്ബ് അനുഗ്രഹമായിട്ട് തന്നെ അങ്ങനെയുള്ള ഒരു രക്ഷിതാക്കളെ അടുത്ത് സേഫായിട്ട് ഉള്ള കയ്യിൽ മാത്രമേ ഏൽപ്പിക്കൂ. അങ്ങനെ Yes, yes. നോക്കി പഠിച്ചവൻ അങ്ങനെ തെരഞ്ഞെടുത്ത രക്ഷിതാക്കളിന് മാത്രമേ ആ കുട്ടികളെ കൊടുക്കൂ. അത് Yes. ഭാഗ്യമാണ്. അത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ, ഞാൻ ഈ സ്കൂളിൽ തന്നെ ആ അമ്മമാര് ഇട്ട് സമയം അങ്ങേ ഏറ്റിയാളോ, എന്താ പറയാ, എനിക്കെന്തോ പറയാൻ പറ്റുന്നില്ല, വാക്കില്ല. നല്ല Yes. ക്ലാസ്സാ. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾ എടുക്കൊക്കെ ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഇങ്ങനത്തെ ഒരു ഞാൻ സ്കൂൾ നിങ്ങളെ മക്കളെ കൂട്ടി പോകണം. എന്റെ മോളെയും കൊണ്ട് ഞാൻ പോയി. എന്താന്ന് വെച്ചാൽ നോർമലായിട്ട് ഉള്ള മക്കൾക്ക് പല കുറവുകളും അവര് നമ്മളെ ഇതിൽ കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള മക്കളെ അടുത്ത് ഞാൻ മോളെ കൊണ്ടുപോയി കാണിച്ച്, അപ്പൊ മോക്കൊന്നും പറയാനില്ല. മോള് പറഞ്ഞേ ഓളായിട്ട് അപ്പൊ എത്രയും കാര്യങ്ങള് റബ്ബ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും ആ അനുഗ്രഹങ്ങള് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലായിരുന്നു. ഇത് കണ്ടപ്പോഴാണ്, ഒരുപാട് മക്കൾ ഒരുമിച്ച് കണ്ടപ്പോഴാണ് മോക്ക് അതിനെ അതെ പറ്റിയുള്ള മനസ്സിലായത്. അതെ അതെ. താങ്ക് യു. എന്തായാലും മക്കള് രക്ഷിതാക്കൾ ഒരുമിച്ച് മക്കളെ അടുത്ത് പോയി ഇടപഴകണം. അത് എന്റേത് മറ്റുള്ളവരത് നല്ല ചിന്തിക്കണ്ടേ. എനിക്കെന്തോ Yes. മാം ക്ലാസ് എന്തോ അപ്രതീക്ഷിതമായി കിട്ടിയതാ. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു വർഷിത മാം. താങ്ക് യു. Thank you. താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അതർവൈസ് നമുക്ക് മാം ഒന്നും കൂടി ഞാൻ ഒന്ന് കാര്യം പറയട്ടെ. ഓക്കെ പറഞ്ഞോളൂ. നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരു ഫാമിലി അല്ല ഒരു ഗെറ്റ് ടുഗെദർ വെക്കുക. നമ്മളിപ്പോ ഇവിടെ അങ്ങനെ വെക്കാറുണ്ട്, എല്ലാവരും ഒന്ന് ഒത്തുകൂടി. ഇപ്പൊ ഒരു സ്കൂളിലായിക്കോട്ടെ, ഇപ്പൊ മാം ഒരു ടീച്ചറല്ല, ഇപ്പൊ ഈ സ്കൂളില് അല്ലെങ്കിൽ നിങ്ങളെ സ്കൂളിൽ അവരെ ഇൻവൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ സ്കൂളിലെ കുട്ടികൾ, നമ്മളിപ്പോ ടൂറിനൊക്കെ പ്രോജക്റ്റിനെല്ലാം പോകുന്നുണ്ടല്ലോ, അപ്പൊ അവിടത്തേക്ക് ഒന്ന് പോവുക. ആ കുട്ടികളൊക്കെ ഒന്ന് കൂടി ഒരു ഡേ മൊത്തം അവരെ കൂടെ സ്പെൻഡ് ചെയ്യുക. അപ്പൊ അവരെ പാരന്റ്സും വരിക, ഇവരെ പാരന്റ്സും പോവുക, അങ്ങനെയുള്ള കുട്ടികളൊന്ന് മിങ്കിളാവുക. അപ്പം നമുക്കൊരു കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയാ, ഒരു നല്ലൊരു ഫീലിംഗ് അല്ലേ അത്. കാരണം നമ്മളെ നോർമലായ കുട്ടികൾ ഇത് അറിയണം, ഇങ്ങനെ ഒരു വേൾഡ് ഉണ്ട്, ഒരു കുഞ്ഞുങ്ങൾ ഇങ്ങനത്തെ ഒരു വേൾഡിൽ നിൽക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ മക്കൾക്ക് എന്റെ മറ്റുള്ള ഗ്രാൻഡ് ചിൽഡ്രൻസിനൊക്കെ അറിയാം. അപ്പൊ ഈ മോന്റെ കാര്യം, ഇവന്റെ ഇളയ ആൾക്കാരായാലും ഇവനെ ഭയങ്കര കെയർ ചെയ്യും, ചെറിയൊരു ഭാവനെ പോലെ ഇവനെ കെയർ ചെയ്യുക. എന്റെ വീട്ടിലെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം ഇവൻ ഇങ്ങനെയാണെന്ന്. അപ്പൊ അങ്ങനെ ഒരു സ്കൂൾ ടൂർ പോവുക, അതിന്റെ എല്ലാവരും ഒന്ന് ഒത്തുകൂടുക, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും റഷിദ മാം. അപ്പൊ ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ നാളെ വരുന്നുണ്ട്. മാക്സിമം നിങ്ങൾ ഇതിപ്പോ നിങ്ങൾക്ക് ഒരു അവയർനെസ്സിനെ കുറിച്ച് കിട്ടിയല്ലോ. അപ്പൊ നിങ്ങൾ ഇതേപോലെ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ സൊസൈറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ആ ഒരു ലിങ്ക്, നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു ലിങ്ക്, അതേപോലെ നാളത്തെ സെഷൻ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. റെഡിയല്ലേ? ചെയ്യൂലേ? നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂലേ? നാളെയാണ് ഇതിന്റെ മെയിൻ ആയ പോയിന്റ് വരുന്നത്. നമുക്ക് എങ്ങനെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും, നമ്മളെ ഡയറ്റിലൂടെ, നമ്മളെ ഭക്ഷണത്തിൽ എങ്ങനെ നമുക്ക് കുട്ടീനെ മാറ്റാം. അപ്പൊ നാളെ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് നമ്മള്. ഓക്കെ. അപ്പൊ ഇതിന് ഇല്ലേ, ഈ ഒരു ഞാൻ വീണ്ടും പറയാണ്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഇവിടെ അതിനു വേണ്ടി ലൈല ഇവിടെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. ചിലപ്പോൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കിട്ടിയിട്ട് വന്നതായിരിക്കും, ഒരു പക്ഷെ നിങ്ങളുടെ ഗ്രൂപ്പ് ലിങ്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അവർക്ക് ഈ ഒരു അവയർനെസ് മാത്രമല്ല, ഈ ഒരു നാളത്തെ സെഷൻ അവർ ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ അറ്റൻഡ് ചെയ്യേണ്ട ഒരു സെഷനാണ് നാളത്തെ. ഓൺ ദാറ്റ് നോട്ട്, thank you so much Rashida ma'am and all the participants. Let's wind up the session. Thank you all. താങ്ക് യു. താങ്ക് യു. നിങ്ങളെയും താങ്ക്സ് പറയണം. കാരണം നിങ്ങൾക്ക് തന്ന കോൺഫിഡൻസ് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്റെ ഉള്ളിൽ നിറച്ചു വെച്ച സാധനങ്ങളൊക്കെ ഇങ്ങനെ പുറത്തെടുത്തെടുത്ത്. You made us proud. Thank Thank you, you ma'am. so much Rashida ma'am. റെറ്റോറിയ പ്ലാറ്റ്ഫോം ഇവിടെ ഓപ്പൺ ആണ്, ആർക്ക് വേണമെങ്കിലും വരാം. Yes, yes.
നിങ്ങൾക്കുള്ള അവയർനെസ് ഇതേപോലെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് പുറത്തേക്ക് എത്തിക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ എത്തിക്കാൻ, ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പ്ലാറ്റ്ഫോം ഇസ് ഓപ്പൺ ഹിയർ. യു ആർ ഓൾ വെൽക്കം. സോ താങ്ക് യു. Thank you. ഗുഡ് നൈറ്റ്. Good night. Thank you. Good night.